സാറുടെ ചിന്തകളൊക്കെ ഒരുപാട് വായിക്കാനും കേൾക്കാനും കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് കറണ്ട് പോയി. ടൈമിംഗ് അല്ലേ? അടുത്ത സെഷന് സ്വാഗതം സാറാണ്. നന്ദി. മഞ്ജുഷ ടീച്ചറാണ്. ടീച്ചർ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ. ആരംഭിക്കാലോ ടീച്ചർ അല്ലേ? തുടങ്ങാം. സുധ ടീച്ചർ ഒന്നും പറഞ്ഞില്ല, അതുകൊണ്ടാണ്. സുധ ടീച്ചർ. എനിക്കൊന്ന് ഇലക്ട്രിസിറ്റി പോയായിരുന്നു, അതാണ് ഞാനങ്ങ് പോയത്. അല്ല, തുടങ്ങാമോന്ന് ചോദിക്കാനാ ടീച്ചർ. കോശി സാർ കേറിയിട്ടുണ്ടോ? അപ്പൊ നമുക്ക് തുടങ്ങിയാലോ സാർ? തീർച്ചയായും. നമ്മുടെ രണ്ടാമത്തെ സെഷൻ ആരംഭിക്കുകയാണ്. നമ്മുടെ വിശിഷ്ട അതിഥിയായ തരിയൻ കോശി സാറിന് സ്വാഗതം ആശംസിക്കുന്നതിനായി ഡോക്ടർ വിനീത് സാറിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കേന്ദ്ര മാനവശേഷി വികസന വകുപ്പിന്റെയും ആഗ്ര സെന്റ് ജോൺസ് കോളേജിന്റെയും സഹകരണത്തോടു കൂടി മാവേലിക്കര ബിഷപ്പ് മോർ കോളേജ് സംഘടിപ്പിക്കുന്ന റിഫ്രഷർ കോഴ്സിന്റെ 4ാമത്തെ ദിവസത്തെ 2ാമത്തെ സെഷൻ ആരംഭിക്കുകയാണ്. ഈ സെഷനിൽ നമുക്ക് ഇന്ന് നമ്മോട് സംവദിക്കാൻ എത്തിയിരിക്കുന്നത് കമാൻഡർ തരിയൻ കോശി സാറാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം വരകളും വളവുകളുമാണ്, ലൈൻസ് ആൻഡ് കർവ്സ്. നമുക്കറിയാം, ലോകത്തെ ആദ്യത്തെ ഒരു ആശയവിനിമയ മാധ്യമം എന്നത് വരയാണ്. നമുക്കറിയാം, വരയിൽ നിന്നാണ് പിന്നീട് അക്ഷരങ്ങൾ രൂപം കൊള്ളുന്നത്. എന്ന് മാത്രമല്ല, നേർവരകളിൽ വളവും തിരിവും ഉണ്ടാകുമ്പോഴാണ് ആശയങ്ങൾ ഗംഭീരമാകുന്നതും സർഗാത്മകമാകുന്നതും. അതുകൊണ്ട് തന്നെ വരകൾക്കും വർണ്ണങ്ങൾക്കുമെല്ലാം നമ്മുടെ പഠന മേഖലയിൽ, നമ്മുടെ വൈജ്ഞാനിക നവോത്ഥാന മേഖലയിൽ വളരെ വലിയ പങ്കുണ്ട്, അല്ലെങ്കിൽ പ്രാധാന്യമുണ്ട്. തരിയൻ കോശി സാർ കോലഞ്ചേരി സ്വദേശിയാണ്. അദ്ദേഹം എഞ്ചിനീയറിംഗ് പഠനാനന്തരം നേവിയിൽ കമ്മീഷണർ ഓഫീസറായി ജോലിയിൽ പ്രവേശിക്കുന്നു. കമാൻഡറായി അദ്ദേഹം 23 വർഷത്തെ സേവനത്തിന് ശേഷം അവിടുന്ന് വിരമിക്കുകയും തുടർന്ന് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽസ് ലിമിറ്റഡിൽ ജോലി ചെയ്യുന്നു. അവിടെ അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്റർ പ്രോജക്ടിന്റെ ഭാഗമാകുന്നു. തുടർന്ന് അദ്ദേഹം അവിടെ തന്നെയുള്ള മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സീനിയർ ഫാക്കൽറ്റി ആകുന്നു. ഇപ്പോൾ നന്ദി ടൊയോട്ടയുടെ ട്രെയിനിങ് വിങ്ങിന്റെ ഹെഡായി അദ്ദേഹം വർക്ക് ചെയ്യുന്നു. ഇങ്ങനെ ഒരു മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ തന്റെ പ്രിയപ്പെട്ട വിനോദം വായനയും വരയുമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നല്ല സഹൃദയനും നല്ല ചിത്രകാരനുമായ അദ്ദേഹം മലയാള സാഹിത്യ പഠനത്തിൽ അദ്ദേഹത്തിന്റെ പ്രാധാന്യം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, 90കളിൽ ഗ്രാഫിക് നോവൽ എന്നൊരു സങ്കല്പം മലയാളത്തിൽ വളരെ സജീവമായി കൊണ്ടുവരുന്നത് തരിയൻ കോശി സാറിന്റെ ശ്രമഫലമായിട്ടാണ്. 92-93 കാലഘട്ടത്തിൽ മാതൃഭൂമി ആഴ്ചപതിപ്പിൽ പ്രസിദ്ധീകരിച്ച ആനവാരിയും പൊൻകുരിശും എന്ന ബഷീറിന്റെ നോവലിന്റെ ഗ്രാഫിക് രൂപം, അത് നമുക്കറിയാം, മലയാളത്തിൽ വാക്കുകൾ കൊണ്ട് മനോഹരമായി ചിത്രങ്ങൾ വരയ്ക്കാൻ സാധിച്ച ബഷീർ തന്നെയാണ് തന്റെ വരകളുടെയും പ്രധാനപ്പെട്ട ഒരു മാധ്യമമായിട്ട് തരിയൻ കോശി സാർ സ്വീകരിച്ചത്. അദ്ദേഹത്തിന്റെ സുഹൃത്തായ നന്ദൻ എന്ന വ്യക്തിയുടെ സഹായത്തോടു കൂടിയിട്ടാണ്, അല്ലെങ്കിൽ ഇവരുടെ സഹകരണത്തോടു കൂടിയിട്ടാണ് ആ നോവൽ പ്രസിദ്ധീകരിക്കുന്നത്. പിന്നീട് പെൻ ബുക്സ് ഏറ്റെടുക്കുന്നുണ്ട്. തുടർന്ന് 2000 എട്ടുകാലി മമ്മൂഞ്ഞ എന്ന ബഷീറിന്റെ മറ്റൊരു നോവലിന്റെയും ഗ്രാഫിക് രൂപം ഭാഷാഭൂഷണിലൂടെ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഈ 2 പുസ്തകങ്ങളും ഉടൻ തന്നെ DC ബുക്സ് വഴിക്ക് നമ്മുടെ കൈകളിലെത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, ഈ വരകൾക്ക് നമ്മുടെ സാഹിത്യ പഠനത്തിൽ, അല്ലെങ്കിൽ മാനക ഭാഷാ പഠനത്തിലുള്ള, മാനക വിഷയങ്ങളുടെ പഠനത്തിലുള്ള പങ്ക് വളരെ വലുതാണ്. അപ്പോൾ
ക്യൂബിസവുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി നമ്മുടെ സാഹിത്യത്തിലൊക്കെ ചെലുത്തിയ സ്വാധീനത്തെ കുറിച്ച് ശക്തമായ പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അടുത്ത കാലത്ത് നമുക്കറിയാം നമ്പൂതിരിയെയും ബഷീറിനെയും നമ്പൂതിരിയെയും മദനിന്റെയും ഷെറീഫിന്റെയും ഒക്കെ വരകളെ കുറിച്ചുള്ള പഠനങ്ങൾ മലയാളത്തിലുണ്ടായിട്ടുണ്ട്. അപ്പോ ഈ വരകൾക്കും വർണ്ണങ്ങൾക്കും നമ്മുടെ പഠനത്തിൽ വളരെ ശക്തമായ സ്വാധീനം ചെലുത്താൻ സാധിക്കും എന്നുള്ളത് നമുക്ക് തന്നെ നമ്മുടെ പ്രത്യേകിച്ചും സാങ്കേതിക വിദ്യയുടെ കാലഘട്ടത്തിൽ നമ്മൾ വളരെ നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ പുരാണങ്ങളിലെ സ്ത്രീ കഥാപാത്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടൊരു സീരീസ് അദ്ദേഹം ചെയ്യുന്നുണ്ട്. അതിൽ ശകുന്തളയുടെയും അഹല്യയുടെയും ഒക്കെ ചിത്രങ്ങൾ അദ്ദേഹം വരച്ചു കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം തന്നെ നല്ലൊരു സാമൂഹ്യ നിരീക്ഷകനും കൂടിയാണ് അദ്ദേഹം. പ്രത്യേകിച്ചും ക്രിസ്ത്യൻ സോഷ്യൽ ലൈഫിനെ വളരെ ക്രിട്ടിക്കലായി അദ്ദേഹം ചർച്ച ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് അദ്ദേഹം അതിന് അക്കൽദാമ ഒരു സ്നേഹവിലാപം എന്നൊരു പുസ്തകം തന്നെ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. ഇങ്ങനെ വളരെ സവിശേഷമായ രീതിയിൽ ശാസ്ത്രമേഖലയിലും സേവന മേഖലയിലും അതോടൊപ്പം സാഹിത്യത്തിലും സംസ്കാര മേഖലയിലും വ്യക്തമായ സ്വാധീനം ചെലുത്തുന്ന വളരെ സജീവമായി ഇടപെടുന്ന ബഹുമാന്യനായ തരീൻ കോശി സാറിനെ ഈ കോഴ്സിലെ ഓരോ അംഗങ്ങളുടെയും പേരിൽ ബിഷപ്പ് കോളേജിന്റെ പേരിൽ MHRDയുടെ പേരിൽ ആഗ്ര സെന്റ് ജോൺസ് കോളേജിന്റെ പേരിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളുടെയും പേരിൽ ഏറെ ആദരവോടെ സ്നേഹത്തോടെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സാർ. താങ്ക് യു. വളരെ നന്ദി വിനീത്. എനിക്ക് ഇതെല്ലാം കേട്ടപ്പോൾ ഹലോ കേൾക്കാമോ? തുടങ്ങാം സാർ, തുടങ്ങാം. കേൾക്കാം സാർ. വിനീത് എന്റെ വാക്കുകൾക്ക് നന്ദി. എനിക്ക് ഇത് കേട്ടപ്പോൾ തോന്നിയ ഒരു ഹമ്പട ഞാനേ എന്നൊരു ഭാവമാണ്. ഞാൻ ഇത്ര വലിയ കേമൻ എന്നൊരു തോന്നൽ എനിക്കുണ്ടായി. കാര്യമായ ഒന്നുമില്ല. ഒരു സാഹിത്യ ഒരു സഹൃദയൻ എന്നുള്ള നിലയിൽ ഉള്ള ചില കുത്തിക്കുറികൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എൻ്റെ ജീവിതത്തിൽ. നിങ്ങളോടെല്ലാം നന്ദി അവസരം തന്നതിന്. എൻ്റെ ഒരു വലിയ പ്രശ്നം, ഒരു പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ കേരളത്തിന് വെളിയിലാണ്, മലയാളം മീഡിയത്തിലാണ് സ്കൂളും കോളേജും നടന്നതെങ്കിലും പ്രീ ഡിഗ്രി കഴിഞ്ഞ് വെളിയിലാണ് ത്രൂ ഔട്ട് കാരിയർ എല്ലാം. അതൊരു തരം മണിപ്രവാളമായി. നല്ല മലയാള ഭാഷ ഉപയോഗിക്കാൻ ഇങ്ങനെ പോയ വഴിക്ക് നഷ്ടപ്പെട്ടു. മറക്കാതിരിക്കാൻ വായിച്ചിട്ടുണ്ട്, പക്ഷെ പ്രയോഗിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാൻ വളരെ ഡിഫിക്കൽറ്റി ആയതിനാൽ അത്തരം ഒരു മണിപ്രാളം വന്നെന്നിരിക്കും. നിങ്ങൾ കോളേജ് അധ്യാപകർ വളരെ നല്ല ഭാഷയുള്ളവർ. എനിക്ക് ചെറിയ കുശുമ്പാണ് നിങ്ങളോട് തോന്നിയിട്ടുള്ളത്. ഇത് കേൾക്കുമ്പോൾ ക്ഷമിക്കുക. ഞാൻ ഇനി സംസാരിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള നിലയിൽ ഞാൻ എൻ്റെ ആത്മായ ശ്രമം നടത്തുകയാണ്. അതിൽ വരുന്ന തെറ്റുകളെല്ലാം മുൻകൂറ് ജാമ്യം എടുത്തുകൊണ്ട് തുടങ്ങട്ടെ. ഒന്ന് രണ്ട് കാര്യങ്ങൾ ആരംഭിക്കുക. ഒന്ന്, ഇതൊരു ചിത്രകലയുമായിട്ട് ബന്ധപ്പെട്ടായതുകൊണ്ട് PPT പവർ പോയിന്റ് പ്രസന്റേഷനിലോട്ടാണ് മാറുന്നത്. കണ്ടിന്യൂസ് തുടർച്ചയായ സംഭാഷണത്തിന് പകരം PPT ഉപയോഗിക്കുന്നതായിരിക്കും. ഈ PPTയുടെ ഇടയിൽ ചില ഇന്ററാക്ഷൻസ് ഉള്ളതിനാണ് ഈ ചാറ്റ് ബോക്സ് ഉപയോഗിച്ച് നിങ്ങളുടെ ഇന്ന് ഒന്ന് രണ്ട് അതിൻ്റെ മറുപടികൾ, ഒരു മൾട്ടിപ്പിൾ ചോയ്സ് രീതിയിലുള്ള നിങ്ങളുടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൻ്റെ ഓപ്ഷൻസ് ABCD ടൈപ്പ് ചെയ്ത് എനിക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന ഒരു ഓഡിയൻസുമായിട്ട് എനിക്ക് കണക്ട് കിട്ടും, ഒരു ബന്ധം വരുമല്ലോ എന്ന് വിചാരിച്ചാൽ അത് ചെയ്തിട്ടുണ്ട് ഈ PPTയുടെ ഇടയിൽ. ഇത് ആത്മാർത്ഥമായിട്ട് സഹകരിക്കണം എന്ന് അപേക്ഷിക്കുന്നു. നമ്മുടെ ഈ പ്രസന്റേഷൻ രണ്ട് ഭാഗമായിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഒന്ന്, ഈ അടിസ്ഥാന ചിന്തകൾ ഈ നമ്മുടെ ടൈറ്റിലിനെ ബേസ് ചെയ്തും, രണ്ട്, ഒരു ചിത്രകലയെ എടുത്ത് അതിൻ്റെ ഒരു വിശദീകരണം, എന്താണത്, എപ്രകാരം അത് ആസ്വാദനത്തിന്റെ നിലയിലെത്തണം എന്നുള്ള കാര്യത്തിൽ. ഇത് ആമുഖമായിട്ട് പറയട്ടെ. അപ്പോൾ തുടങ്ങാം. എനിക്ക്
ഇത് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നു. എനിക്ക് സ്ക്രീൻ ഷെയറിലോട്ട് എത്തുന്നു. ഓഡിയൻസ് ഇത് കാണാമല്ലോ? സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ടല്ലോ? കാണാം സാർ. കാണാം സാർ. കാണാം സാർ. കാണാം. താങ്ക് യു. ഓക്കെ, അപ്പോൾ കാണാം സാർ. താങ്ക് യു വെരി മച്ച്. 1990 ഞാൻ 90കളിൽ എൻ്റെ ഓർമ്മ 93-92 സമയത്താണ് ഒരു ചിത്രകാരൻ്റെ എക്സിബിഷൻ എറണാകുളത്ത് നടക്കുമ്പോൾ അതിനകത്ത് ഭാഗമാക്കാനായിട്ട് ഇൻവൈറ്റീസ് ആയിട്ട് നമ്മൾ തകഴി ചേട്ടനും CN കരുണാകരൻ മാഷും ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് പുള്ളി തകഴി തൻ്റെ പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് നിങ്ങൾ ഈ പ്രദർശിപ്പിച്ചിരിക്കുന്ന ചിത്രങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു, ഒന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രാജാരവിവർമ്മയുടെ ചിത്രങ്ങളാണ്. ആ സരസ്വതി ദേവിയുടെ അതിൻ്റെ ഇങ്ങനെ അദ്ദേഹം തുടർന്നു പോയി. CN കരുണാകരൻ എഴുന്നേറ്റുന്ന പുള്ളിയുടെ ടേൺ ആയപ്പോൾ പുള്ളി ഇങ്ങനെ പറഞ്ഞു, രാജാരവിവർമ്മയുടെ ചിത്രം കാണുമ്പോൾ, ഈ സരസ്വതി ദേവിയെ കാണുമ്പോൾ അയലോക്കത്തെ സരസ്വതി ടീച്ചറെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എന്നിൽ സംവേദിക്കുന്ന ആശയം അതാണ്. ദർസ് എ ബേസിക് എന്താ പറയുന്ന ആസ്വാദന നിലവാരത്തിന്റെ ഒരു ലേണിംഗ് കേർവിന്റെ ഒരു വ്യത്യാസം അവിടെ കാണിക്കുന്ന ഇതൊരു നടന്ന സംഭവമാണ്. ഇത് പിന്നീട് വാചകമേളയിലും ഉദ്ധരിക്കപ്പെട്ടിരുന്നു. അക്കാലത്ത് കേരളം 100% ലിറ്ററസി നേടിയെടുത്ത സംസ്ഥാന നിലയിൽ അഭിമാനിക്കുന്നെങ്കിലും ഈ വിഷ്വൽ ആർട്ടിന്റെ കാര്യത്തിൽ വരുമ്പോൾ വളരെ ചുരുക്കമായ ലിറ്ററസിയും അതിൽ ചിത്രകല എന്ന് പറയുന്ന വിഭാഗത്തോട് വരുമ്പോൾ ടോട്ടൽ ഇല്ലിറ്ററസിയുമാന്നുള്ളത് സത്യമാണ്. പലർക്കും അതിനോട് വിരോധമുണ്ടെങ്കിലും ഇതൊരു വാസ്തവം തന്നെയാണ്. ഇതിങ്ങനെ തന്നെ നിൽക്കട്ടെ, അത് എതിർപ്പുള്ളവർ കാണുമായിരിക്കും. നമ്മൾ ചർച്ച ചെയ്തു പോകുമ്പോൾ നമുക്കറിയാം. സോ ഇറ്റ്സ് എ ഇല്ലിറ്ററേറ്റ് വേൾഡ് ഓഫ് ചിത്രകല. ആ ഒരു കാരണത്തിൽ തന്നെ ചിത്രകലയ്ക്ക് വേണ്ട പോലെ പ്രചാരമോ സ്വാധീനമോ അതിൻ്റെ ആസ്വാദന നിലവാരമോ തന്നെ വളരെ വളരെ ലോ ലെവലാണ്. ഇതിന്റെ കഷ്ടം ചിത്രകലയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളിലും പല കലാകാരന്മാർക്കും അവരുടെ ജ്ഞാനത്തിന്റെ ലെവൽ വളരെ കുറവാണ്. അതും ദുഃഖകര സത്യമാണ്. വിജയകുമാർ എന്ന് പറയുന്ന ആർട്ട് ക്രിട്ടിക് ആ കാലത്ത് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, 49-ലോ 50-ലോ എടുത്ത സിലബസ് 90-ൽ പോലും അമെൻഡ് ചെയ്യാതെ അതേ പ്രകാരമാണ് ഇപ്പോഴും പഠിപ്പിക്കുന്നതെന്ന് കേട്ടാൽ ഒരു അധ്യാപകരെ നമുക്കറിയാം എന്തായിരിക്കും അടിസ്ഥാനമായിട്ട് പഠിപ്പിക്കുന്നത്. 50-60 കൊല്ലം ഒരു അമെൻമെന്റും ഇല്ലാതെ അതേ സിലബസിൽ ചിത്രകല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നടന്നു പോയാലുള്ള കഥ. ഏതായാലും ചെറിയ ചോദ്യം. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. നമ്മളിപ്പോ ഒരു സാരിക്കടയിൽ പോയി കഴിഞ്ഞാൽ പൊതുവെ നമ്മളെല്ലാം പോയിട്ടുണ്ട്, ഭാര്യയോട് കൂടെ പോയിട്ടുണ്ട്, ലേഡീസ് അവരെ എടുക്കാൻ പോയിട്ടുണ്ട്. അവിടുത്തെ സെയിൽസ് പേഴ്സൺ അതൊക്കെ പറയും, ഓ മാഡം അല്ലെങ്കിൽ ചേച്ചി ഇതൊരു അടിപൊളി നല്ല റെഡ് കളറാ, ഇത് കാഞ്ചീപുരത്തിന്റെ റെഡാണ് ഇവിടെ വന്നിരിക്കുന്നത്, അതിന്റെ ബോർഡർ നല്ല കോൺട്രാസ്റ്റ്, നോക്കൂ എന്ത് ഭംഗി. എന്റെ ചോദ്യം ഇതാണ്, എന്താണ് കോൺട്രാസ്റ്റ് കളർ? ആ ചോപ്പിന്റെ കോൺട്രാസ്റ്റ് കളർ നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ്? എ ഓറഞ്ച് ആണോ, ബി വയലറ്റ് ആണോ, സി ഗ്രീൻ ആണോ, ഡി നൺ ഓഫ് ദ അബവ്, ഇ ഐ ഡോണ്ട് കെയർ. നിങ്ങൾക്ക് ആ ചാറ്റ് ബോക്സിൽ ഒന്ന് പ്രതികരിക്കണമെങ്കിൽ വളരെ സന്തോഷമായിരിക്കും. ആളുകള് ഞാനൊരു 30 സെക്കൻഡ് തരാം. ദേവി നിങ്ങളുടെ ABCD സെലക്ഷൻസ് ഒന്ന് വളരെ സന്തോഷമായിരിക്കും. ലാസ്റ്റ് ഓപ്ഷൻ ഒന്നും കൂടെ പറഞ്ഞേ. ഐ ഡോണ്ട് കെയർ.
എനിക്ക് ഇതിൽ യാതൊരു താല്പര്യമില്ല, എനിക്കത് ബാധകമല്ല. ഓക്കെ, ഏതാണ്ടൊരു എല്ലാവർക്കും തന്നെ ഇതിനെ കുറിച്ച് അല്പം അറിയാവുന്ന വ്യക്തമാണ്. ഐ തിങ്ക് ഐ വിൽ സ്റ്റോപ്പ്. ഐ ഗോട്ട് ദ റെസ്പോൺസ്. എന്താ വേണ്ടെന്നുള്ള ആശയം പിടി തന്നതിന് നമുക്ക് മുന്നോട്ട് പോകാം. ഇതാണ് ഒരു ബേസിക് ചിത്രങ്ങൾ കളേഴ്സിന്റെ അടിസ്ഥാനം. ചുവപ്പ്, മഞ്ഞ, നീല, റെഡ്, യെല്ലോ, ബ്ലൂ സ്പെക്ട്രം. ഇതിന്റെ അർത്ഥം യെല്ലോന്റെ ഇത് രണ്ടും ചേരുമ്പോൾ പർപ്പിൾ അല്ലെങ്കിൽ വയലറ്റ് കളർ ആവുന്നു, ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ഗ്രീൻ, ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ഓറഞ്ച് ആവുന്നു. റെഡിന്റെ കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത് ഇത് റെഡിന്റെ അംശമില്ല, അപ്രകാരം ബാക്കി യെല്ലോയുടെ. അടിസ്ഥാനമായ വളരെ നമ്മുടെ ഈ പറഞ്ഞില്ല ഈ എന്നുള്ള ഒരു അടിസ്ഥാനമായ ചിത്രകലയുടെ ഭാഗമാണ് ബേസിക് കളേഴ്സ്. ഈ ഒരു നമ്മളിപ്പോ ഒരു കടയിൽ പോയി എവിടെയെങ്കിലും ചോദിച്ചാൽ വിൽക്കാറ് എല്ലാവർക്കും, നിങ്ങളൊക്കെ വിദ്യാഭ്യാസവും ഒരു കോളേജ് ലെക്ചർ എന്നല്ലെങ്കിൽ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാം തന്നെ മുക്കാൽ പേർക്കും അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരു സാമാന്യ ഒരു ജനത്തിനോട് ഒരു ആളുകൾ ക്ലാസ്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിയോട് ചോദിച്ചാൽ യാതൊരു പിടിയില്ലാത്ത ആളുകളാണ്. എന്താണ് അടിസ്ഥാനമായിട്ട് തന്നെ. ശരി, ഇവിടുന്ന് പതുക്കെ തുടങ്ങാൻ. ഞാൻ എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കുന്ന സമയത്ത് കൊല്ലത്തുനിന്ന് കൊട്ടാരയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ബസ്സിൽ ഇങ്ങനെ സൈഡ് സീറ്റ് ഇരിക്കുകയാണ്. എൻ്റെ സൈഡിൽ ഒരു മധ്യവയസ്കൻ കഷണ്ടി 4.5 അടി ഉയരമുള്ള ഒരു മനുഷ്യൻ വന്നിരുന്നു. അയാളുടെ ബാഗ് തുകൽ സഞ്ചി എന്നൊരു കുറെ പേപ്പർ എടുത്തു. അന്നത്തെ കാലത്തെ ലെക്ചേഴ്സിന്റെ കയ്യിലുള്ള ഒരു മഞ്ഞ പേപ്പർ വെച്ചാണ് പഠിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നത്. ഏത് അവർ സ്കൂളിലോ കോളേജിലോ പഠിപ്പിച്ചിരുന്ന അത്ര പഴകിയ നോട്ട്സ് വെച്ച് പഠിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടം ഞങ്ങൾക്ക് ഒരു വിദ്യാർത്ഥി എന്നല്ല ഞങ്ങൾക്ക് ഒരു തരം ചിരിക്കാനുള്ള വകുപ്പാക്കി വെച്ചിരുന്ന തരം പേപ്പർ എടുത്ത് അദ്ദേഹം അത് വായിച്ചുകൊണ്ടിരുന്നു. ശാലം ഞാനോ അന്നത് ടിപ്പിക്കൽ യങ്സ്റ്റർ, അന്നത്തെ കാലത്തെ ഫാഷൻ നീണ്ട തലമുടി, വീതിയുള്ള കോളർ, ബെൽ ബോട്ട് പാൻസ്, അരവരെ ഹൈ ഹിപ്പ് ബെൽറ്റ് ഏറിയ, കയ്യിൽ നഖങ്ങൾ, തള്ളവരിലെ നീണ്ട ഭാഗത്തിന് നെയിൽ പോളിഷ്, ക്യൂടെക്സ് എന്ന് വിളിച്ചിരുന്ന നെയിൽ പോളിഷ്. നമ്മുടെ പ്രസന്റേഷനാണ്, ഞാൻ അവിടെ ഇരിക്കുകയാണ്. ശാലം കഴിഞ്ഞ അവർ എഴുന്നേറ്റ് പതുക്കെ എൻ്റെ വിരലോട് ചൂണ്ടിക്കാണിക്കുക, ഇത് എന്തുകൊണ്ട് ചെയ്തിരിക്കുന്നു, നെയിൽ പോളിഷ് നഖം എന്തുകൊണ്ട് വളർത്തുന്നു. എന്റെ മനസ്സിൽ തോന്നുന്നു ഇയാൾക്കെന്നാ വട്ടാണ്. എൻ്റെ മറുപടി പോയത് സാമാന്യ മര്യാദകൾ പഠിപ്പിച്ചു വെച്ചിരുന്നതുകൊണ്ട് അതൊരു ഭംഗിക്കാണ്, എനിക്കത് ഇഷ്ടമാണ്. ഒരുതരം ഒരു മറുതലിച്ചയുടെ ഒരു ആശയം അതിലുണ്ടായിരുന്നു. അയാളത് കേട്ടിട്ട് തിരിച്ചു വീണ്ടും വായന തുടങ്ങി. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും പുള്ളി ഉണർന്ന് എന്നെ നോക്കി, ഈ നിങ്ങൾക്ക് ഭംഗിക്ക് വേണ്ടി ഈ ഭംഗി എന്ന് വെച്ചാൽ എന്താണ്? എനിക്ക് ഉപദ്രവമായല്ലോ. അടുത്ത മറുപടി, ഇതെനിക്ക് മനസ്സിന് പിടിക്കുന്നു, കാഴ്ചക്ക് നല്ലതാണ്, അതുകൊണ്ട് അതാണ് ഭംഗി. അയാൾ വീണ്ടും വായനയിലോട്ട് പോയി. പിന്നെ 2-3 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും എഴുന്നേറ്റ്, മനസ്സിന് ഇണക്കുമെന്ന് തോന്നുന്നു, കണ്ണിന് പ്രിയമെന്ന് കാണുന്നതും ആയ ഒന്നിനെ ഭംഗി എന്ന് വിളിക്കാം, അല്ലേ? അതാണ് നിങ്ങളുടെ ഡെഫിനിഷൻ. അപ്പോൾ ഒരു കേരള മങ്ക നീണ്ട ചുരുണ്ട തലമുടിയിൽ വെളിച്ചെണ്ണയുടെ മണമായിട്ട് നിൽക്കുന്ന ഒരു ഭംഗിയാണ്. ഒരു ചെമ്പൻ തലമുടിയുടെ പാശ്ചാത്യ വനിത മുറിച്ചിട്ട തലമുടിയും അതും ഒരു ഭംഗിയാണ്, അല്ലേ? അപ്പോഴത്തേക്ക് ടീനേജ് എന്നല്ല എനിക്ക് അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. അത് കൊള്ളാമല്ല. സാർ കറക്റ്റ്, സാറായി വായില്ല.
പുള്ളി വീണ്ടും ഉണ്ട് ആ ബുക്കിലോട്ട് വീണ്ടും പോയി, പുള്ളിയുടെ പഴയ പേപ്പറിലോട്ട്. അല്പം കഴിഞ്ഞ് വീണ്ടും എഴുന്നേറ്റ് തിരിഞ്ഞ്, ഇത് ഭംഗിയെങ്കിൽ എന്താണ് സൗന്ദര്യം എന്ന് ചോദിച്ചിട്ട് പുള്ളി എഴുന്നേറ്റ് പേപ്പറെല്ലാം മടക്കി സ്ഥലം വിട്ടു. ഒരു കുറെ നേരത്തേക്ക് ഇത് എൻ്റെ തലയിൽ കയറി. ആ ബാക്കി യാത്രയിൽ ഞാൻ ഇങ്ങനെ വണ്ടർ അടിച്ചു, എന്താണ് സൗന്ദര്യം? സൗന്ദര്യം എനിക്കറിയാം, പക്ഷെ എന്താണ്? പുള്ളിയോട് ഞാൻ എങ്ങനെ മറുപടി പറയും? സോ ഇറ്റ് സ്റ്റാർട്ടഡ് വർക്കിംഗ് ഇൻ മീ. ഇപ്പോഴും ഞാൻ അജ്ഞാത ഗുരുവിനോട് നന്ദി പറയുന്നു. ദാറ്റ് വാസ് ദ ബിഗിനിങ് ഓഫ് മൈ ലൈഫ് വേർ ഐ സ്റ്റാർട്ടഡ് തിങ്കിങ് ഫണ്ടമെന്റൽ. എന്ത് നമുക്കറിയാമെന്ന് പറയുന്ന സാധനം അടിസ്ഥാനമായിട്ട് അത് എന്താണെന്നൊന്ന് ചിന്തിച്ചു നോക്കി, അല്ലെങ്കിൽ അതൊന്ന് ഡിഫൈൻ ചെയ്യുന്ന ഒരു സ്വഭാവം. നമ്മൾ ഒരേ തലത്തിൽ നിന്നാണ് ഒരു തർക്കത്തിലേക്ക് കയറിയിരിക്കുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ വാക്ക് ഞാൻ ഉദ്ദേശിച്ച വാക്കിന്റെ അർത്ഥം ഒന്ന് തന്നെയാണോ? നമ്മൾ അതിനെ കുറിച്ച് തർക്കിക്കുമ്പോൾ ആ അർത്ഥത്തിൽ തന്നെയാണ് എന്നുള്ള ചില അടിസ്ഥാനമായ തത്വങ്ങൾ. അദ്ദേഹത്തോടുള്ള നന്ദി അന്ന് ട്രിഗർ ചെയ്യ തോട്ട് പ്രോസസ്സിന് തുടങ്ങിക്കൊണ്ട് ഞാൻ പതുക്കെ ക്ലാസ് ആരംഭിക്കും. സർ, ഒരു കാര്യം ചോദിച്ചോട്ടെ? സാറ് ഏതെങ്കിലും ഫയൽ പ്ലേ ചെയ്തിട്ടുണ്ടോ? ഉണ്ടല്ലോ. നമുക്ക് ഫയൽ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ, 6 ഫയലുകൾ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ, അതാണ് ചോദിച്ചത്. ഓ, ഞാനിങ്ങനെ വീഡിയോ പിപിടി പ്രസന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കാണാൻ പറ്റുന്നില്ല. സ്ക്രീൻ ഷെയറിംഗ്, ഫയലൊന്ന് സെലക്ട് ചെയ്ത് പ്ലേ ചെയ്യാമോ സർ? ഇപ്പൊ കാണാം. ഓക്കെ. അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ ചോദ്യം വന്നതും ഇത് ഞാൻ കാണിക്കുകയും ചെയ്ത് കണ്ടെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഇവിടെ വരെ എത്തി എന്റെ പിപിടി പ്രസന്റേഷൻ. ഇപ്പോൾ കാണാമല്ലോ. കാണാം സർ, കാണാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ എന്റെ ചോദ്യം മീഡിയ ആൻഡ് ആർട്സ് ഇൻ ടീച്ചിങ് ആൻഡ് ലേണിംഗ്. എന്റെ ചോദ്യം, വാട്ട് ഈസ് ദ വേർഡ് ടീച്ചിങ് മീൻസ്? അങ്ങനെയെങ്കിൽ അതൊന്ന് വ്യക്തമാകണമെങ്കിൽ അതിലും ഭേദമായിട്ട് അതൊന്ന് പാരഫ്രൈസ് ചെയ്ത്, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ടീച്ചർ ആൻഡ് എ ലെക്ചറർ? A person who teaches is a teacher. A person who lectures is a lecturer. Simple, straight, right? അതിന് വിരോധമില്ലല്ലോ. അപ്പോൾ ഇതിനകത്തുള്ള വ്യത്യാസം എന്താണ്? 2 സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. A person who is delivering and a person who is receiving. There are 2 stakeholders. A person who is teaching, it teaches, and the person who is receiving has to receive it because it's being taught. It's being taught and is learning it. A lecturer is a person who is delivering it. Receivers want to take it, he will take it, or he will ignore it. So the stakeholders in the ഒരു accountability ആണ് ഈ വാക്കുകൾ കൊണ്ട് നമ്മൾ വിവക്ഷിക്കുന്നത്. സമ്മതമാണല്ലോ. അങ്ങനെയെങ്കിൽ ടീച്ചർ എന്നുള്ള ഒരു ഡെഫിനിഷൻ കൊടുക്കുകയാണ്. ടീച്ചിങ് ഇസ് എ പ്രോസസ് ഓഫ് അറ്റൻഡിങ് ദ pupils' needs, experience and feelings, and making specific interventions help them learn any particular thing or subject. അപ്പോൾ ടീച്ചർ എന്ന നിലയിലുള്ള റോളിലോട്ട് നമ്മൾ മാറുകയാണെങ്കിൽ, ലെക്ചറിൽ നിന്ന് ടീച്ചറിലോട്ട് മാറുകയാണെങ്കിൽ, ആ കുട്ടിക്ക് അല്ലെങ്കിൽ ആ ശിഷ്യന് ലഭിക്കേണ്ടതായ ചിലത് നമ്മൾ അതിന് കൊടുക്കാനുള്ള ഇന്റർവെൻഷൻ നമ്മളിൽ നിന്നുണ്ടാകണം. അത് എക്സ്പീരിയൻസ് ആകാം, പഠനത്തിന്റെ ഭാഗങ്ങളാകാം, ഫീലിങ്സിന്റെ ഭാഗമാണ്. ഇപ്പൊ തന്നെ പറഞ്ഞില്ലയോ, ക്ലാസ് മുറി പണ്ട് ഒരു ക്യാമ്പസ് ഇടുക്കിയ ക്ലാസ് മുറിയായി. അത് അവിടാണ് ആ ടീച്ചിങ് ആൻഡ് ലെക്ചേഴ്സിന്റെ വ്യത്യാസത്തിൽ വന്ന് നമുക്ക് നഷ്ടപ്പെടുന്നത്. സോ ദിസ് വേർ the teaching comes into play. Teaching need not be always a lecture in the classroom. It will be an experience which they go through it. So, അടുത്ത വാക്കിലോട്ട് വരാം. What is learning? That's in the അവസാനത്തിൽ the learn എന്നുള്ളൊരു വാക്ക് ഇവിടെ കാണാം. What is learning? What is learn? അതും വ്യക്തമാക്കണമെങ്കിൽ ഒരു മറ്റൊരു വാക്കുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ വ്യക്തത കിട്ടും. What is study? And what is learn? What is learning? What is studying?
So once you acquire a certain knowledge and it is there in your brain, you are a learned person. You learn. So knowledge in the shelf, in my mind, and acquired it, I can use it, I can go with it. That is a learned situation. The process of this is called study. Okay, so let us. ഇപ്പൊ എൻ്റെ ഒരു കൊച്ചുമക്കൾ സ്റ്റേറ്റ്സിലുണ്ട്, 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവരുടെ പഠനത്തിന്റെ ഒരു വിഷയം അവർ പഠിച്ചത് ഞാൻ കേട്ടത്, എത്ര സെന്റിമീറ്റർ ആണ് ഒരു കിലോമീറ്റർ, മീറ്റർ കണക്ക്, അതേപോലെ ഗ്രാംസും കിലോഗ്രാംസും, അതെല്ലാം അത് പഠിച്ച ഇക്വേഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്ക് ക്ലാസ് ടെസ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് താഴെ കാണുന്നത്. A question in the class 2 term test. Tom is studying in your class. His weight is 20 grams, 200 grams, 20 kilograms, 200 kilograms. ഒറ്റ നോട്ടിൽ എന്തോ ഒരു പന്തികേട് തോന്നി ചോദ്യത്തിന്, ഇല്ലേ? അല്പം ആലോചിക്കുകയും മനസ്സിലാവും അതിനകത്തെ ആ ഉദ്ദേശം എന്താണ്. ഉത്തരം അല്പം ആലോചിച്ച് കഴിയുമ്പോൾ മനസ്സിലായി 20 kilograms. 2ാം ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് അത്രയും വെയിറ്റ് കാണും. 200 kilogram കാണില്ല, 20-200 ഗ്രാംസും അല്ല എന്നുള്ളത്. സോ ഈ ചോദ്യത്തിന്റെ ഒരു സ്ട്രക്ചറിങ് ആണ് എനിക്ക് എൻ്റെ ശ്രദ്ധ ആകർഷിച്ചത്. ഡയറക്റ്റ് നമ്മളാണെങ്കിൽ എന്താ ചോദിക്കുന്നത്, 1 centimeter ഈക്വൽ ടു 1 kilogram ഈക്വൽ ടു ഡാഷ് ഗ്രാംസ്. അത് മഗപ്പ് ചെയ്ത് ഉത്തരം എഴുതിയാൽ നമുക്ക് കിട്ടി. ഇതല്ല, ആ കുട്ടിക്ക് ആ വെയിറ്റ് എന്നുള്ള കോൺസെപ്റ്റ് മനസ്സിലായോ എന്നാണ് അവിടെ ചോദ്യം വരുന്നത്. സോ ദിസ് ഇസ് ഹൗ യു ടെസ്റ്റ് ഇറ്റ്, ഹൗ യു ഗോ അബൌട്ട് ഇറ്റ്. ഞാൻ 6-8 പഠിക്കുന്ന കാലത്ത് ഒരു ചോദ്യം, സ്കോളർഷിപ്പിന് വേണ്ടിയുള്ള ഒരു ചോദ്യം കണ്ട ഓർമ്മയുണ്ട്. ഇതാണ് ചോദ്യം. O എന്ന സർക്കിളിന്റെ സെന്റർ XYZO എന്ന് പറയുന്ന ആ ഭാഗം, XYZO ആണ്. AB സെന്റിമീറ്റർ, AX 5 സെന്റിമീറ്റർ, CZ 1 സെന്റിമീറ്റർ, XY എത്ര, XZ എത്ര, അതായത് ഇത് എത്ര. താഴെ ചെറിയ നോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. If you do not find the answer in 30 seconds, skip to the next question. ഞാൻ 30 സെക്കൻഡ് തരാൻ. ചാറ്റ് ബോക്സിൽ ഒന്ന് ഒരു ഉത്തരം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ സന്തോഷമായിരിക്കും. അത് 30 seconds. 8ാം ക്ലാസ്സിലെ ചോദ്യമാണ്, സ്കോളർഷിപ്പിന് വേണ്ടിയുള്ള ചോദ്യമാണ്. പത്ത് സെക്കൻഡ് കഴിഞ്ഞു. ഏതാണ്ട് ഒരു 20 സെക്കൻഡായി. ശരി, 30 സെക്കൻഡ്. അടുത്ത സ്ലൈഡിലോട്ട് ഞാൻ പോവുകയാണ്. അറിയേണ്ട റെസ്പോൺസ് ടു ദിസ് ജോമെട്രിക് ബേസ്ഡ് ക്വസ്റ്റ്യൻ, നിങ്ങളുടെ മനസ്സിൽ കൂടെ പോയത് എന്തായിരുന്നു ചിന്ത? ഉത്തരവല്ല എനിക്ക് ആവശ്യമാണ്. നിങ്ങളുടെ മനസ്സിൽ പോയ ചിന്ത. 1, നോട്ട് അറ്റംപ്റ്റഡ് ഓർ റിഫ്യൂസ് ടു തിങ്ക്. അതായത് ഞാൻ ഇത് കണക്കാൻ എനിക്ക് താല്പര്യമില്ല, എനിക്ക് ചിന്തിക്കാൻ വയ്യ. 1, നിങ്ങളുടെ മനസ്സിന്റെ പ്രതികരണമാണ് ഞാൻ നോക്കുന്നത്. പക്ഷെ ഈ ഒരു പൈതഗോറസ് നിയമം കൊണ്ട് അപ്ലൈ ചെയ്യാമെന്ന് വ്യക്തമാണ്, അതുകൊണ്ട് അത് ചെയ്തു തുടങ്ങി. 3, അടുത്ത നോട്ട് കണ്ടിട്ട് പൈതഗോറസ് തിയറം വിടുകയും മറ്റെന്തെങ്കിലും ഫോർമുല ക്വിക്കായിട്ട് 30 സെക്കൻഡ് കൊണ്ട് ചെയ്യാവുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചു തുടങ്ങുകയും ചെയ്യുന്നു. അല്ല, ഈ ക്ലൂവിൽ നിന്ന് മാത്തമാറ്റിക്കൽ ഫോർമുല എന്നുള്ളതിനകത്ത് കണക്കൂട്ടുന്ന ബുദ്ധിമുട്ടായതുകൊണ്ട് ജോമെട്രിക് റിലേഷനിലോട്ട് ചിന്തിച്ചു തുടങ്ങിയത് ആരെങ്കിലും എനിക്കൊരു റെസ്പോൺസ് ABC മനസ്സിൽ പോയതെന്ന് തരാമെങ്കിൽ സന്തോഷമായിരിക്കും.
How did the chat thought goes? Hello. I'll speak away. Yeah. Yeah. Thanks. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഉത്തരങ്ങൾ. Yeah. Thanks for responding. Continue ചെയ്യുന്നുണ്ട്. Okay. I think വിവിധ തരത്തിലാണ് പലരും ഇതിന് റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് വ്യക്തമാണ്. പലരും മാക്സിമം ആള് എയിലോട്ട് പോയിട്ടുണ്ട്. ഭൂരിപക്ഷം എ ആണ്. ബി സി ഭാഗം ഉണ്ട്. അപ്പുറം എന്താ ഡി. ഉത്തരം വിടുക. ചില ഉത്തരം വേഗം കണക്കൂട്ടി അറിയിക്കുന്നുണ്ട്, അത് വിടുക. ആ ക്ലൂവിൽ നിന്നാണ് ഇതൊരു ക്വിക്ക് റെഫറൻസ് ചോദ്യമാണ്. മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ പിന്നെ സ്കോളർഷിപ്പിന്റെ ചോദ്യമാണ്. അവർക്കൊരു 10-30 ക്വസ്റ്റ്യന് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ടൈപ്പ് ക്വിക്ക് ആയിട്ട് റെസ്പോണ്ട് ചെയ്തുകൊണ്ട് കുട്ടികൾ സ്കിപ്പ് ചെയ്യും. ഓക്കെ, ഉത്തരത്തിലോട്ട് വരാം. സന്തോഷം. പലരും ഇതിനകത്ത് എനിക്ക് ചിന്തിക്കേണ്ടത്, നമുക്കൊരു മൈൻഡ് ബ്ലോക്ക്, നമ്മുടെ അപ്രോച്ച് ബേസ്ഡ് ഓൺ അവർ എഡ്യൂക്കേഷൻ, വിൽ തിങ്ക് ആൻഡ് വിൽ വർക്ക് ഡിഫറെന്റ്ലി. ക്യൂരിയോസിറ്റി എന്നുള്ള നിലയിൽ ഞാൻ ഉത്തരം പറയാം. ഇത് ബേസിക്കലി എന്താന്ന് ചോദിച്ചാൽ, സ്ക്വയർ ഒരു റെക്ടാങ്കിളിന്റെ സ്വഭാവം സമാസമമാണ് ആണെങ്കിൽ y xz is equal to y, which is equal to the radius of the circle. Simple. ഒരു മാത്തമാറ്റിക് നമ്മൾ ഉടനെ പൈതഗോറസ് തിയറത്തിൽ പോവുകയും ആ രീതിയിലുള്ള അനാലിറ്റിക്കൽ മൈൻഡ് സെറ്റിൽ നിന്ന് ഒരു ഫിഗറേറ്റീവ് മൈൻഡ് സെറ്റിലോട്ടുള്ള ആളുകൾക്ക് ഇത് ക്വിക്കായിട്ട് ചെയ്തു പോകാൻ പറ്റും. അല്ലെങ്കിൽ ഈ ഒരു വീക്ഷണത്തിൽ ഉത്തരം വരും. ഓക്കെ, interesting. So how to develop such mindset? How do you develop this? That's a big question in art. How you shift from an analytical mind to a visual mind or a diagrammatic mind or diagrammatic analysis. So teaching is a process of attending the pupil's need, experience and feeling, and making specific interventions to help them learn a particular thing. എന്നുള്ളതാണെങ്കിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാകും, ചിത്രകലയിലോട്ടുള്ള ആളുകളുടെ ആ പോക്ക് വളരെ ചുരുക്കമാണ്. ഫിഗറേറ്റീവ് അനാലിസിസ് ബോൺ വിത്ത് ഒരു ചിത്രത്തിനോടുള്ള വിഷ്വൽ മീഡിയത്തിനോടുള്ള അഭിനിവേശമില്ല എങ്കിൽ പലരും ആ വഴിയിൽ പോകില്ല. ഞാനൊരു കുട്ടിയായിരിക്കുന്ന കാലത്ത് ഹൈസ്കൂൾ പഠിക്കുന്ന ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ പ്രതികരണം വളരെ രസകരമാണ്. മോനിത് നല്ലായിരിക്കുന്നു, മോനിത് കോപ്പി ചെയ്താണോ അതോ ഇമാജിനേഷൻ ആണോ എന്നാണ് ചോദ്യം. ഇപ്പോഴും ആ ചോദ്യം പല ചെറു കുട്ടികൾക്ക് വരും. മോൻ ഇത് നോക്കി വരച്ചതാണോ അതോ ഇമാജിനേഷൻ ആണോ, മനസ്സിൽ കണ്ടു വരച്ചാണോ? അതിന് മറുപടി ഒരു ടീനേജർ എന്ന നിലയിൽ ഞാൻ അന്ന് കൂട്ടിത്തരുന്ന വളരെ, അയ്യോ അവൻ നന്നായിട്ട് പാടുമല്ലേ, അവൻ കോപ്പി അടിച്ചതാണോ മറ്റാരുടെ പാട്ട്, അത് അവന്റെ സ്വന്തം ഭാവനയിൽ സംഗീതം ഇട്ടതാണോ? ഇത് ചോദിക്കുന്ന പോലൊരു ചോദ്യമാണ് ഇതെന്ന് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല. So the learning is, something in the beginning. ഹലോ. സോ പൊതുവെ നമുക്ക് എന്താണ് നമുക്ക് കാണുന്നതെന്ന് വെച്ചാൽ, ചിത്രകലയിൽ
ചാർട്ടിൽ ഇവൻ കയറി വരയ്ക്കുന്നത് തന്നെ ഈ ഒരു വീക്ഷണമാണ്. ഇവൻ ഇത് കോപ്പി അടിക്കുന്നത്, ഇതിനകത്ത് വലിയ മഹത്വമൊന്നുമില്ല. ആ നോക്കി വരച്ചു, അത് നോക്കി നന്നായിട്ട് തന്നെ, കലയുള്ളവനാ, അത്ര തന്നെ. ഇതിൽ കൂടുതൽ അതിലൊരു വാല്യൂ ഇല്ല. എന്നൊരു നന്നായിട്ട് പാടുന്നവനാണോ, ഇവന് സംഗീത വാസനയുണ്ട്, ഇവനെ പഠിപ്പിക്കാൻ പറ്റണം, ഇവൻ വളരും എന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. സോ there is this learning need and how to go about it. So when we ഇതെങ്ങനെ പരീക്ഷിക്കുന്ന, how do you test somebody's learning ability? യാതൊരു ബന്ധമില്ലാതെ മറ്റൊരു സംഭവം പറയട്ടെ. ഒരു 6-7 വയസ്സുണ്ടായിരുന്നു. എൻ്റെ വല്യപ്പൻ അപ്പച്ചൻ ഒരു വലിയ കൃഷിക്കാരനായിരുന്നു. ഒരു 4 മണിയായപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വാടാ കൂടെ പോയി പശുവിനെ പുല്ലറുത്ത് കൈ കൊടുത്തു, എടുത്തോണ്ട് കൊണ്ടിടാൻ പറഞ്ഞു. ഈ പുല്ലിന്റെ ഒരു സ്വഭാവമാണ്, ഞങ്ങളവിടെ ഈ ഓവ് എന്ന് പറയും. ഒരു വശത്തോടെ വളരെ സ്മൂത്തും മറുവശത്തോടെ കൊണ്ടു കയറുന്ന ഒരു തരം ക്യാരക്ടറുള്ളതാണ് ഓവ്. അത് മുള്ളു പോലെ കൊണ്ടു കയറും. അപ്പോൾ ഇത് ഒന്നും അറിയാത്ത ഞാൻ, ഒരു 7 വയസ്സുള്ള ഞാൻ, അത് പോയി എല്ലാം കൂടെ എടുത്ത് കൈ കൊണ്ടുവന്ന് മുള്ളു കൊണ്ട് കയറി വഷളായി എല്ലാം കൂടെ ഞാൻ പറക്കി എടുത്ത് പശുവിന് കൊണ്ട് കൊടുത്തപ്പം ഈ കൈയുടെ പാദം തൊട്ട് ഇവിടം വരെ മുഴുവൻ കീറിയിരുന്നു. എൻ്റെ വല്യപ്പച്ചനും ഒരു അക്ഷരം പറഞ്ഞില്ല. പിറ്റേ ദിവസം വീണ്ടും എന്നെ വന്ന് വിളിച്ചു, വരിക, ഇപ്രാവശ്യം എനിക്കറിയാം ഇത് മുള്ളു കൊള്ളും നോവും. അപ്പോൾ ഞാൻ പതുക്കെ ഒരു വിധത്തിൽ തട്ടിക്കൂട്ടി ഇതെടുത്ത് കയ്യിൽ വെച്ച് പോയി. വിക്കാറൊക്കെ ക്ലീനായി. ഐ മീൻ മുറിവ് അധികം ഏൽക്കാതെ കൊണ്ടു കൊടുക്കാൻ പറ്റി. 3-ാമത്തെ ദിവസം വിളിച്ചോണ്ട് വന്നു. എന്നിട്ട് അരിഞ്ഞിടുന്ന കൂട്ടം പല ദശകളിലോട്ട് ഇട്ടു. ഏതാ അതിൻ്റെ തലപ്പുറത്ത് വാലോടത്ത് ഓരോ ഗ്രൂപ്പിൻ്റെയും. അപ്പൊ ഞാനതെടുത്ത് ആ വശത്തിനെടുത്ത് കയ്യിലെടുത്ത് തിരിഞ്ഞു മറിഞ്ഞ് സൂക്ഷിച്ചെടുത്ത് പറക്കി കയ്യിലെടുത്ത് പോകുന്ന കണ്ടു. പിന്നെ അദ്ദേഹം എൻ്റെ വല്യച്ഛൻ എന്നെ വിളിച്ചിട്ടില്ല, ഒരിക്കൽ പോലും ഈ ഒരു സംഭവത്തിന് വിളിച്ചിട്ടില്ല. പുള്ളി എന്താണ് ചെയ്തത്? ഇതാണ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം. ഞാൻ പഠിച്ചത് എങ്ങനെ പഠിക്കുന്നുണ്ടോ, ആവശ്യത്തിന് ബുദ്ധി ഉപയോഗിക്കുന്നുണ്ടോ, ആപ്ലിക്കബിലിറ്റി ഓഫ് പ്രാക്ടിക്കൽ സെൻസ് ആൻഡ് ടീച്ചിങ്. ഒരു കാലത്ത് അന്ന് ഇത് വളരെ നിസ്സാരമായിട്ടും എനിക്ക് അങ്ങനെ സ്ട്രൈക്ക് വളർന്നു വന്നപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഇതിൽ പിന്നിൽ ഇങ്ങനെ പല കാര്യം നാം നിരീക്ഷണം കൊണ്ട് കുട്ടികളുടെ കഴിവും പ്രാപ്തിയും പഠനത്തിന്റെ കഴിവും അറിയാൻ പറ്റില്ല എന്ന് മാത്രമല്ല, വളർന്നു വലുതായപ്പോൾ ഈ കഥ മനസ്സിൽ തങ്ങി നിൽക്കുന്നതുകൊണ്ടും ജീവിതത്തിന്റെ ഭാഗത്തിന്റെ ഒരു കഥയായിട്ട് എനിക്കിത് എൻ്റെ മനസ്സിൽ രൂപപ്പെടുകയും ചെയ്തു. നമ്മൾ എടുക്കുന്ന കാര്യങ്ങൾക്ക് നേരായ വണ്ണം നോക്കിയില്ലെങ്കിൽ, തിരിഞ്ഞാണെങ്കിൽ അത് കൈക്ക് മുറിവ് നൽകുന്ന ജീവിതമാണ്. അല്ലെങ്കിൽ വളരെ സുഖമായിട്ട് എടുത്തുകൊണ്ട് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനാണ് ജീവിതം എന്നുള്ള ബിഗർ ലെസൺസ് അത് എന്നിൽ വന്നത് വളരെ വർഷങ്ങൾ ചെയ്യും. ഞാൻ വലുതായപ്പോഴും കൂടുതൽ പഠിച്ചു വളർന്നപ്പോൾ തോന്നിയ ഒരു ആശയമാണ്. സോ ഹൗ ഡു യു ലേൺ ഫ്രോം ദ ബേസിക്സ് ടു ദ ഗ്രോത്ത് ഓഫ് ലേറ്റർ ലൈഫ്? ഇതൊരാവശ്യമാണ്. ഓക്കെ, അടുത്ത വാക്ക് എന്ന് പറയുന്നത് ലേണിംഗ് എന്നുള്ളതാണ്. Let us see how the learning and studying involves in a pattern. ഈ പഠനം എന്ന് പറയുന്നതിന് ഒരു തരം പാറ്റേൺ ഉണ്ട്. So let us ask you a question, simple question. എനിക്ക് ഇതിന് ഉത്തരം വേണം. എന്താ ഈ പ്രോസസ്സിൽ? കാണാതെ പഠിക്കുന്നത് നല്ലതാണോ ഇല്ലയോ? Is mugging up not good? Disagree. എനിക്ക് റെസ്പോൺസ് വേണം. ബോക്സിൽ നിന്ന് is mugging up is not good. You agree or disagree? Put A or B. A. പോയിക്കൊണ്ടിരിക്കുന്നതെല്ലാം A തന്നെ. ഇതുവരെ എനിക്ക് 1, 2 B, 3 B, ബാക്കി A. B, A, B, A, A, B, A. കാരണം ഭൂരിപക്ഷം 75% A ആണ് റെസ്പോണ്ട് ചെയ്തിരിക്കുന്നത്. ഒരു 25% B വരുന്നുണ്ട്. ഏതാണ്ട് ഒരു സാമ്പിൾ റെസ്പോൺസ് കിട്ടി. ഞാൻ പറയുന്നത് ഇത്
നല്ലതാണെന്നുള്ളത്. മഗ്ഗിങ് അപ്പ് ഈസ് ഗുഡ് ഓൾസോ. 7 എഴുത്തറാണ് 49 നമുക്കെല്ലാം മനസ്സിൽ വരും. അതെന്നാ കാണാ പഠിച്ചാണോ മനസ്സിലാക്കി പഠിച്ചാണോ? റിപ്പബ്ലിക് ഏത് ദിവസമാണ്? ജാനുവരി 26. മനസ്സിൽ വരുന്നത് കാണാ പിടിച്ചാണോ അതിനകത്ത് ലോജിക് മനസ്സിലാക്കി പഠിച്ചാണോ? ക്രിസ്മസ് ദിനം ഏത്? ന്യൂട്ടന്റെ 3rd ലോ, a+b² a² + 2ab. ഇതെല്ലാം കാണാ പഠിച്ചതാണോ അതോ മനസ്സിലാക്കി പഠിച്ചാണോ? ഡിഫറൻസിയേഷൻ, ഇന്റഗ്രേഷൻ ഫോർമുലാസ്, ഡെഫിനിഷൻസ്, ഇതെല്ലാം തന്നെ കാണാനല്ലേ പഠിച്ചത്, മനസ്സിലാക്കിയാണോ പഠിച്ചത്? പക്ഷെ ഇതിന്റെ ഒരു ക്യാരക്ടർ എന്താന്ന് വെച്ചാൽ, ഏത് പുതിയ സബ്ജക്റ്റ് എടുത്താലും അടിസ്ഥാന ചില സാധനങ്ങൾ കാണാതെ പഠിച്ചു തുടങ്ങിയെങ്കിലേ പിന്നീട് മുന്നോട്ട് പോകും. കംപ്ലീറ്റ് പട്ടിക കാണാ പഠിക്കണം. So when you take on any new subject, there is a certain amount of rote memory necessity. We got to rote the fundamentals to start to develop and learn the thing. പഠനത്തിന്റെ കാര്യത്തിലും ചിത്രകലയുടെ കാര്യത്തിലും ഒരു ഗിറ്റാർ പഠിക്കുന്ന കാര്യത്തിലും ഇത് ആവശ്യമാണ്. G- അതിന്റെ പൊസിഷൻ എന്താണെന്ന് മനസ്സിലാക്കി കാണാ പിടിച്ച് മസിൽ മെമ്മറിയിലോട്ട് എത്തിയില്ലെങ്കിൽ പിന്നീട് ഗിറ്റാർ അങ്ങോട്ട് പാടാൻ പറ്റില്ല. അതുപോലെ ABC ഓരോ ഡിഫറെന്റ് പൊസിഷൻസ് പഠിച്ചില്ല, മസിൽ മെമ്മറിയിലോട്ട് എത്തിയില്ലെങ്കിൽ അതിന് നമുക്കൊരു മുന്നോട്ട് പോകാൻ പറ്റില്ല. സംഗീതത്തിലേക്ക് ഗിറ്റാർ പ്ലെയർ ആകാൻ പറ്റില്ല. എല്ലാത്തിനും അടിസ്ഥാനമായ ചില ഏറിയ നമ്മൾ റോഡ് മെമ്മറിയിൽ എത്തണം, മസിൽ മെമ്മറിയില്ല. ബുദ്ധിപരമായിട്ടുള്ള കോഗ്നിറ്റീവ് ലെവൽ ആണെങ്കിൽ ദർ ഷുഡ് ബി എ റോഡ് മെമ്മറി. എത്ര കണ്ട് വലുതാണ് റോഡ് മെമ്മറി, ദാറ്റ് മച്ച് ഓഫ് ഫാസ്റ്റർ യു ആർ ഏബിൾ ടു ഡീൽ ദ നെക്സ്റ്റ് സ്റ്റേജ്. റോഡ് ലോജിക്കൽ എന്ന് പറയും. 365 × 35 എങ്ങനെ ചെയ്യും? 1ാം സ്ഥാനം മൾട്ടിപ്ലൈ, ടേബിൾ ഉപയോഗിച്ച് മൾട്ടിപ്ലൈ, ക്യാരി ഫോർവേഡ്, അതിന്റെ പ്രോസസ് മനസ്സിലാക്കി അതിന്റെ മെമ്മറിയും ഇതും കൂടെ ഉപയോഗിച്ചാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഓർഗാനിക് കെമിസ്ട്രി വളരെ ബുദ്ധിമുട്ടുന്ന ഇക്വേഷൻ? കാര്യം അവരുടെ ഫണ്ടമെന്റൽ ടേബിള് ആർക്കും തിട്ടമില്ല. അറ്റോമിക് വാല്യൂസ് തിട്ടമില്ലെങ്കിൽ അതിനെ ബന്ധപ്പെട്ട ബാക്കിയുള്ള ഭാഗങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യും? സോ there are some fundamentals which got to be thorough with. അത് ഉറക്കത്ത് വിളിച്ചു ചോദിച്ചാലും ഉണർന്ന് സംസാരിക്കുന്ന ലെവലിലുള്ള ബ്രോഡ് മെമ്മറി ഉണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജ് ആസ് എ റോഡ് ലോജിക്കിലേക്ക് പോകാൻ പറ്റും. അടുത്ത സ്റ്റേജ്, ഒരു പശുവിന് 10 രൂപയെങ്കിൽ 5 പശുവിന് എത്ര രൂപ? സ്റ്റേജ് കോളൻ അപ്ലൈഡ് ഓഫ് ദ റോഡ് ലോജിക്. ഒരു പശുവിന് അതാണെങ്കിൽ അത് അവിടെ ഗുണം വരണം, ഗുണ പട്ടിക വരണം, എഴുതണം. അപ്ലിക്കേഷൻ ഓഫ് ദ റോഡ് ലോജിക്. ഒരു കുട്ടി അവിടെ നിന്ന് ചോദിക്കുകയാണ്, നോക്ക് സാറേ, ഒരു പശുവിന് 10 രൂപയാണെങ്കിൽ എല്ലാ പശുവിനും 10 രൂപയല്ല എന്ന് പറയുന്ന കുട്ടി ഈസ് അപ്ലൈയിങ് ഹിസ് പ്യുവർ ലോജിക്. സ്വതന്ത്രമായ ഒരു ലോജിക്കൽ തിങ്കിങ് പ്രോസസ്സിലോട്ട് എത്തുകൊണ്ടാണ് ആ ചോദ്യം വരുന്നത്. ഈ പ്യുവർ ലോജിക്കിനകത്ത് ഉണ്ടല്ലോ, അത് കഴിഞ്ഞുള്ള ഒരെണ്ണമാണ് സംതിങ് കോൾ അബ്സ്ട്രാക്ട് ലോജിക്. എന്താണ് എൻട്രോപ്പി? അതിന്റെ വാസ്തവികമായ എലിമെന്റ് എന്താണ്? ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ, ഇക്വേഷൻ ഓഫ് പാരബോളോയിഡ് എന്ന് പറയുമ്പോൾ അതിന്റെ ബന്ധം എങ്ങനെ വരുന്നു? അബ്സ്ട്രാക്ട് ലോജിക്. ഇപ്പൊ ഞാനൊരു ആപ്പിൾ എടുത്തു, അന്ന് കടിച്ചു, അതിപ്പോഴും ആപ്പിളാണ്. 2 കടി കടിച്ചു, അതിപ്പോഴും ആപ്പിളാണ്. അങ്ങനെ കടിച്ചു കടിച്ച് അവസാനം നടുക്കുന്ന തുണ്ട് മാത്രമായാൽ അത് ആപ്പിളാണോ? അല്ല. എങ്കിൽ എപ്പോഴാണ് ആപ്പിൾ, ഏത് കടിക്കാണ് ആപ്പിൾ ആപ്പിൾ അല്ലാതായത് എന്ന് ചോദിക്കുന്ന ഒരു പ്യൂർ അബ്സ്ട്രാക്ട് ലോജിക്കിന്റെ ലെവലിലേക്ക് പോകുന്നതാണ്. ഈ സ്ക്വയർ റൂട്ട് ഓഫ് -1 i എന്നുള്ള കോൺസെപ്റ്റ് അബ്സ്ട്രാക്ട് ലോജിക്കിന്റെ ഭാഗമാണ്. അതിന്റെ ഫിസിക്കൽ എലിമെന്റ് എന്താണ്? ഹൗ ഡു യു ട്രാൻസ്ലേറ്റ് ദാറ്റ് I into mathematical, into physical reality, or in the space of calculation, mathematical calculation about space എന്നുള്ള മനസ്സിലായോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ, ഇത് ഇങ്ങനെയുള്ള പഠനത്തിന്റെ സിസ്റ്റമാറ്റിക് ബാക്ക്ഗ്രൗണ്ട്, അന്തർലീനമായ സ്റ്റെപ്സ്
പിള്ളേർക്ക് പഠിക്കാതെ വരുമ്പോഴാണ് ചിലത് കോളേജിൽ കയറുമ്പോൾ യാതൊരു ഗ്രാഹ്യമില്ലാതെ തെന്നിപ്പോകുന്നത്. അത് മുമ്പെയാണ് സാർ അവിടെ നിന്ന് കഴിഞ്ഞ പ്രഭാഷണത്തിൽ പറഞ്ഞ അടിസ്ഥാനമായ അത് കോളേജിലും ചില പുതിയ സബ്ജക്ട് എടുക്കുമ്പോൾ ലെക്ചറിൽ നിന്ന് ടീച്ചർ ലെവലിലേക്ക് മാറേണ്ടതുണ്ടെന്നും ഈ ഭാഗങ്ങൾ ഫണ്ടമെന്റൽ ആണെന്നും ഇത് പഠിച്ചില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ലെന്നും അവരെ കൊണ്ട് സ്കൂൾ കുട്ടികളെ പോലെ ചില ഭാഗങ്ങൾ കാണാൻ പഠിപ്പിക്കേണ്ടതുണ്ടെന്നും മനസ്സിലാക്കിയെടുത്താൽ എഫക്റ്റീവ് ടീച്ചിങ് ആണ്. അതാകുമ്പോൾ ഇപ്പൊ ഇത് മാത്രമല്ല, അനുഭവങ്ങളിൽ നിന്ന് എൻ്റെ വല്യപ്പച്ചനെ പഠിപ്പിച്ചുള്ള അനുഭവങ്ങളിൽ നിന്നും കോളേജ് ക്യാമ്പസിലെ വർക്കുകളിലൊക്കെ ഈ അനുഭവങ്ങൾ വരും. ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ എങ്ങനെ കോംപ്രമൈസിലെത്തും അവിടെ പഠിക്കുന്ന അതാണ്. പരസ്പരം ഗുസ്തി ചെയ്യുമ്പോൾ അവസാനം ഒരു ഒത്തുതീർപ്പിലെത്തുന്നത് എങ്ങനെയാണെന്നും അതിന്റെ ഗെയിം ബിഹൈൻഡ് ദ ഗെയിംസ് ദ പ്ലേ ഇസ് ലേൺഡ് ഇൻ ദ കോളേജ്. That's why the പഴയ saying, all studies make a Tom dull boy. So there is a learning curve which comes along with it. So anyway, ഇതിന്റെ തുടർന്നുള്ള ഭാഗം അബ്സ്ട്രാക്ട് ലോജിക്കിന്റെ കഴിഞ്ഞാണ് ക്രിയേറ്റിവിറ്റിയിലോട്ട് നമ്മൾ വരുന്നത്. എ പേഴ്സൺ ഹു ഗെറ്റ്സ് ഇൻ ടു ക്രിയേറ്റീവ്, ഗിറ്റാറിൽ നിന്ന് നോട്ട്സ് പഠിച്ച് സ്ട്രിങ് പഠിച്ച് പാട്ടുകൾ കോപ്പി ചെയ്ത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു പാട്ടിന്റെ ബാക്ക്ഗ്രൗണ്ട് പഠിച്ച് സ്റ്റേജിൽ പോയി പ്രസന്റ് ചെയ്ത് പിന്നെ പല ബാക്ക്ഗ്രൗണ്ട് പിന്നെ സ്വതന്ത്രമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലേ ചെയ്യുന്ന കഴിവുണ്ടാക്കി എടുക്കുന്നതാണ് ദ ലേണിംഗ് പ്രോസസ് ആൻഡ് യു ബിക്കം എ ലേൺമെന്റ്. അതിന്റെ ഏജൻസ് ആണ് നാം. So when you are talking about curves and lines in media and art in teaching and process, there's a lack of teaching or lack of teachers in it. ആട്ടെ, ഇന്നലെ അജയ് കുമാർ സാറിന്റെ ഒരു ക്ലാസ് റിസർച്ചിനെ കുറിച്ച് പറഞ്ഞാൽ വളരെ രസകരമായിരുന്നു. ഞാൻ ചിത്രത്തിൽ ഇങ്ങനെ കാണിക്കാവുന്ന ഈ സ്ലൈഡ് അങ്ങനെ വന്നതാണ്. ഈ ചിത്രം ഇതിന്റെ അടിസ്ഥാനം എന്തൊക്കെയാണ്? ഇതിനെ ഒന്ന് റിസർച്ച് ചെയ്യുകയാണെങ്കിൽ എന്താണ് നമുക്ക് കിട്ടുന്നത്? ചിത്രത്തിനെ നമുക്ക് ഇങ്ങനെ റിസർച്ച് ചെയ്യാം. ഇതിന്റെ ബോർഡർ ലൈൻസ് എല്ലാം ഇതാണ്. അതിനെ ചേരുന്ന പാറ്റേൺ ലൈൻസ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നു. ഇത് ഒരാൾ റിസർച്ച് ചെയ്ത് നമ്മൾ അറിയാവുന്ന വസ്തുക്കളെ വീണ്ടും പറയുന്നതല്ല റിസർച്ച് എന്ന് ജയകുമാർ സാർ പറഞ്ഞു. അതിന്റെ അപ്പുറത്തോട്ട് പോകുന്നതാണ്. അപ്പോൾ ഞാൻ റിസർച്ച് ചെയ്തു എന്ന് ധരിച്ച് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയാണ് ഇതാണ് അടിസ്ഥാനമായിട്ട് ഈ ചിത്രത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സമ്മതിക്കാൻ കഴിയും. ഇതിന് വല്ല ബന്ധമുണ്ടോ? ഓക്കെ, വീഡിയോ പ്ലേ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ക്ഷമിക്കുക, 2 സെക്കൻഡ് ആക്കണം. നിങ്ങൾ കാണാമല്ലോ വീഡിയോ പ്ലേ ചെയ്യാൻ പോകുന്ന ഇത് കാണാമല്ലോ. ഓക്കെ, ഫയലുകൾ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ, പ്ലേ ആയിട്ടില്ല. ആയിട്ടില്ലേ? കാണാൻ പറ്റുന്നില്ല. ഓഡിയോ ചെറുതായിട്ട് കേൾക്കാം. ഓക്കെ, ഇപ്പോൾ എത്തുന്നുണ്ടോ? ഇല്ല സർ. Oh, so sorry.
ഇപ്പൊ പ്ലേ ആയിട്ടുണ്ട്. ആയിട്ടുണ്ടോ? ഓക്കെ. അപ്പൊ ഈ ചിത്രം ആണ് ഞാൻ പറയുന്നത്. കണ്ടല്ലോ, ബന്ധവും മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ തിരികെ വീണ്ടും സ്ക്രീനിലോട്ട് വരുന്നു. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് റിസർച്ച് ചെയ്യുകയാണെങ്കിൽ ഇവിടാണ് നമ്മൾ ചെന്നപ്പെടുന്നത്. ഗവേഷണം ചെയ്തു വരികയാണെങ്കിൽ ഈ ചിത്രമാണ്. എന്നാൽ നമ്മൾ പൊതുവെ ഗവേഷണം ചെയ്യുമ്പോൾ ഈ ചിത്രമാണെന്ന് പറയുന്നതിൽ അർത്ഥം ശൂന്യതയാണ്. ഇന്നലെ അജയ് കുമാർ സാറിന്റെ ആ പറഞ്ഞ പോയിന്റ് ഇന്നലെ കേട്ടപ്പോൾ എനിക്ക് ഈ ചിത്രമായിട്ട് പ്രസന്റ് ചെയ്യണമെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞു വന്നത് പഠനത്തിന്റെ കാരണത്തിന് അടിസ്ഥാനമായിട്ട് നമുക്ക് മനസ്സിലാക്കി പോകേണ്ട രണ്ടുമൂന്ന് കാര്യങ്ങളാണ്. അതിനൊരു മെത്തഡോളജിയിൽ പോകുന്നു. എല്ലാവിധ പഠനങ്ങളിലും അടിസ്ഥാനമായിട്ട് there's a rote logical, there's a applied logic, and there's a pure logic and abstract. And നമ്മൾ ഇതിന്റെ പല പ്രോസസ് തലങ്ങളിലും കൂടി പോകുമ്പോഴാണ് പഠനം ഒരു കൂടുതൽ പൂർണ്ണതയിലേക്ക് എത്തുന്നത്. ഇനിയും ഇത്രയും പറഞ്ഞു കഴിഞ്ഞ് ഞാൻ പതുക്കെ ഒരു ചിത്രം എടുക്കാൻ പോവുകയാണ്. ആ ചിത്രത്തിനെ കുറിച്ചുള്ള ആസ്വാദനം എന്താണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ശ്രമത്തിലാണ് ഇനിയത്തെ. ഈ ഫോട്ടോഗ്രാഫ് UN-ലെ ഒരു ഹാളിന്റെ കാഴ്ചയാണ്. ഇന്റർനാഷണൽ മീറ്റിംഗ്. അതിന്റെ പിന്നിൽ കാണുന്നത് ഒരു ഗേർണിക്ക എന്ന് പറയുന്ന ഒരു പെയിന്റിങ്ങിന്റെ ഒരു ടാപ്പസ്ട്രിയാണ്. അതൊരു ഒരു പർദ്ദ, ഒരു വലിയ പർദ്ദ ചെയ്തിരിക്കുന്ന ഒരു പടമാണ്. 2003 US റെപ്പായ നമ്മുടെ ഇദ്ദേഹത്തെ പലർക്കും പരിചയമാണ്, കോളിൻ പവൽ. അന്ന് ഇറാഖ് യുദ്ധത്തിന് വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യാനും ന്യായീകരിക്കാനും UN-ൽ സംസാരിക്കുമ്പോൾ ബുഷ് അഡ്മിനിസ്ട്രേഷന് UN-ൽ ആവശ്യപ്പെട്ടു ഈ പറയുന്ന ചിത്രം കവർ ചെയ്യണം. അങ്ങനെ അദ്ദേഹം അത് പ്രസന്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മേലെ, ഈ പർദ്ദയ്ക്ക് മേലെ മറ്റൊരു പർദ്ദ ഇട്ട് കാഴ്ചയിൽ നിന്ന് മറച്ചാണ് അന്ന് ഇറാഖ് വാറിനെ കുറിച്ച് ചർച്ച ചെയ്ത്. ഇതൊരു കോൺട്രവേഴ്സിയായി. അതിനെ ഇല്ലാതെ അങ്ങനെ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, യാദൃശ്ചിക മറ്റു പല പ്രശ്നങ്ങൾ കൊണ്ട് ചെയ്താണ്, മെയിൻ്റനൻസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് പ്രസ്താവനയിൽ ഇറക്കിയെങ്കിലും എല്ലാവർക്കും പരസ്യമായ രഹസ്യമായിരുന്നു അമേരിക്കയ്ക്ക് ഇത് കവർ ചെയ്ത് വേണം തൻ്റെ ആ ഒരു ഇറാഖ് യുദ്ധത്തിലേക്ക് നയിക്കാൻ UN-നെ അനുവാദം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഈ ചിത്രം പലപ്പോഴും കോൺട്രവേഴ്സിയിൽ വന്നിട്ടുണ്ട്. 1974 വിയറ്റ്നാം വാർ കാലത്ത് ഇതിന്റെ ഒറിജിനൽ ചിത്രം ന്യൂയോർക്ക് മോഡേൺ ആർട്ട് മ്യൂസിയത്തിലായിരുന്നു. അവിടെ ഒരു ഇറാൻകാരനായ ആർട്ടിസ്റ്റ് ടോണി സഫ്രാസ് എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് സ്പ്രേ പെയിന്റ് വെച്ച് അതിൽ വികൃതമാക്കി കിൽ ലൈസ് ഓൾ. അതൊരു വലിയ സംഭവമായിട്ട് ആ കാലത്ത് ചർച്ച ചെയ്യപ്പെടുകയും ഭാഗ്യത്തിന് ചിത്രത്തിനൊന്നും സംഭവിച്ചില്ല. അതിന്റെ പുറത്ത് ഒരു വാർണിഷ് കോട്ടിൽ നിന്ന് ഇത് പെയിന്റ് എടുത്ത് മാറ്റി അത് സുരക്ഷിതമായിട്ട് എത്തുവാൻ സാധിച്ചു. ഈ ചിത്രം എക്കാലത്തും
എപ്പോഴും ഒരു ലാൻഡ് മാർക്ക് സെലിബ്രേഷൻ ആയിട്ട് കൊണ്ടു നടന്നിട്ടുണ്ട്, ഒരു ആന്റി വാർ സ്റ്റേറ്റ്മെന്റ് ആയിട്ട്. അക്കാലത്ത് ഇത് ആദ്യം പ്രദർശിപ്പിച്ചപ്പോൾ ഇതൊരു തരം എന്തോ കാക്ക വരച്ച പോലുള്ള എന്തോ എന്ന് പറഞ്ഞുള്ള ക്രിറ്റിസിസവും ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഇതിന്റെ വലിപ്പം ഒരു 8 മീറ്റർ 4 മീറ്ററിന്റെ വലിപ്പത്തിലുള്ള ഒരു നീണ്ട ക്യാൻവാസില്ല ഒറ്റ പീസിൽ ചെയ്തിരിക്കുന്ന ചിത്രവുമാണ്. ഇതിന്റെ മറ്റൊരു ശ്രദ്ധ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കളർലെസ് ആണ്. ഇറ്റ്സ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് നേച്ചർ. എന്താണ് ഈ ചിത്രം കാണിക്കുന്നത്? അതിനു മുമ്പ് അല്പം ചരിത്രം പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഒന്ന് വളരെ വേഗം ഞാനൊന്ന് go through that quickly. Spain was a pariah of Europe, and from 1867 അവിടുത്തെ രാജവംശത്തിനെ തകിടം മറിച്ച് തുടങ്ങിയാണ്. ഇറ്റ് വാസ് എ ക്വീൻ ഇസബെല്ല. അവരെ എടുത്ത് മാറ്റി അന്ന് തുടങ്ങിയ ആ ഒരു അരാജകത്വം 1939 വരെ നീണ്ടുപോയി എന്ന് മാത്രമല്ല, ഈ ഒരു 10-30 വർഷങ്ങൾ ഈ വർഷക്കാലം അത്രയും പല രീതിയിൽ റിപ്പബ്ലിക് 1, റിപ്പബ്ലിക് 2, പിന്നെ പട്ടാള ഭരണം, പിന്നെയും റിപ്പബ്ലിക്, അതിങ്ങനെ ഒരു ടർമോയിൽ. ഇറ്റ് വാസ് എ land of, it was so deteriorated that it plunged into a civil war in 1936. ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് അത് 36 ചെന്നുപെട്ടു. ഇറ്റ് ഹാസ് 2 friends, 2 കൂട്ടരായിരുന്നു, എ നാഷണലിസ്റ്റ് ആൻഡ് ദ റിപ്പബ്ലിക്കൻസ്. ഈ സിവിൽ വാറിന് 3 കൊല്ലം നീണ്ടു നിന്നു. അവസാനം റിപ്പബ്ലിക്സിന്റെ നാഷണലിസ്റ്റിന്റെ വിജയത്തിൽ എത്തിക്കുകയും റിപ്പബ്ലിക്കൻസ് തോറ്റു പോവുകയും ചെയ്തു. 3 വർഷം സ്പെയിൻ ആഭ്യന്തര യുദ്ധത്തിൽ മുങ്ങിക്കുളിച്ചു. ഇതിൽ അന്ന് യൂറോപ്പിനെയും അന്നത്തെ ബുദ്ധിജീവികളെയും സാഹിത്യകാരന്മാരെയും കലാകാരന്മാരെയും ഇത് ബാധിച്ചിരുന്നു. വളരെ പ്രസിദ്ധമായ ഒരു നോവലാണല്ലോ ഫോർ ഹൂം ദ ബെൽ ടോൾസ് ബൈ ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ. അത് ഇതിന്റെ സിവിൽ വാറിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ അദ്ദേഹം പാർട്ടിസിപ്പേറ്റ് ചെയ്ത അനുഭവങ്ങളുടെ പുറത്തെഴുതിയ നോവലാണ്. ജോർജ് ഓവൽ ഈ അനുഭവങ്ങളിൽ പുറത്തെഴുതിയ ലേഖനമാണ് ഹോമേജ് ടു കാറ്റലോണിയ. പക്ഷെ ആ കാലത്ത് ഈ ഇത്രയും ചർച്ച ചെയ്യപ്പെട്ടതും കോളർക്കൽ സൃഷ്ടിച്ച ഒരു ടേമോയിലായിരുന്നു ഈ സിവിൽ വാർ. ആൻഡ് അവരുടെ പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത് റൈറ്റ് നാഷണലിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ. റൈറ്റ് നാഷണലിസ്റ്റ് എന്ന് പറയുമ്പോൾ പ്രഭുക്കന്മാര് ഒരു കൂട്ടർ, പിന്നെ ദ ചർച്ച് ഈ മതത്തിന്റെ അധിപന്മാര്, 3 സൈന്യം, ദ ആർമി, ദ മിലിറ്ററി വാസ് വിത്ത് ദിസ് ഗ്രൂപ്പ്. എക്സ്റ്റേണൽ സപ്പോർട്ട് എന്ന് പറയുന്ന ഈ നാസി ജർമ്മനി സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ദ ഫാസിസ്റ്റ് ഇറ്റലി വാസ് വിത്ത് ദം. മറുകൂട്ടർ എന്ന് പറയുന്നത് ദ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് പറയുന്നത്, ആ കൂട്ടർ എന്ന് പറയുന്നത് ഈ ബുദ്ധിജീവികള്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പിന്നെ അവിടുത്തെ സാധാരണ ജന പെസൻസ് ആൻഡ് റൈറ്റേഴ്സ് ആൻഡ് ആർട്ടിസ്റ്റ്, ഇവരൊക്കെയായിരുന്നു അതിന്റെ ഡെമോക്രാറ്റ്. അക്കാലത്ത് ഭരിച്ചിരുന്ന ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻസ് ആയിരുന്നു. അവരെ അട്ടിമറിച്ചുകൊണ്ട് മിലിറ്ററി 36 ടേക്ക് ഓവർ ചെയ്തു. തുടർന്ന് ഉള്ള സിവിൽ വാർ ഇതിന് നേതൃത്വം കൊടുത്ത ആളാണ് ഫ്രാൻസിസ്കോ ഫ്രാങ്കോ. അദ്ദേഹം ആ സൈന്യത്തിലെ ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ അതിന്റെ വളർന്ന് വേഗം റാങ്കിൽ കൂടെ കയറി ടോപ്പ് എത്തിയ മനുഷ്യനാണ്. ഈ സ്പെയിനിന്റെ താഴ്വശം മൊറോക്കോയിലായിരുന്നു അന്ന് അദ്ദേഹം യുദ്ധം ചെയ്തിരുന്നത്. സ്പെയിനിന്റെ ഭാഗമാണ് മൊറോക്കോ. യുദ്ധം ചെയ്തിരുന്നത്. ഈ സിവിൽ വാറിലോട്ട് കയറി പുള്ളി മുന്നോട്ട് വരികയും തുടർന്ന് 3 വർഷം പുള്ളിയുടെ നേതൃത്വത്തിൽ അവിടുത്തെ ആഭ്യന്തര യുദ്ധത്തിൽ അവർ അടിച്ചമർത്തുകയും ചെയ്ത് 39 വിജയം നേടുകയും ചെയ്തു. ഇൻട്രസ്റ്റിംഗ്ലി മറ്റൊരു ഒബ്സർവേഷനുള്ള 1-ാം ലോകമായുധവും 2-ാം ലോകമായുധം രണ്ടും ഈ സ്പെയിൻ ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ്. ആർക്കും അവരെ വേണ്ടായിരുന്നു. വെച്ചാൽ യുദ്ധം ചെയ്യാൻ കെപ്പ് വേണ്ടേ, അതിനകത്ത് ഓർഗനൈസേഷൻ വേണ്ടേ, ഒരു രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ട് വേണ്ടേ, ഒന്നുമില്ല. ആർക്കും തൊടാൻ പോലും താല്പര്യമില്ലാത്ത രാജ്യമായി അത് അധപതിച്ച് ഇരിക്കുന്ന കാലം. ഫ്രാൻസിസ്കോ ചുമതല ഏറ്റെടുത്തു. പിന്നെ അടുത്ത
പല വർഷങ്ങളും ഏതാണ്ട് 36 വർഷം പുള്ളി ഭരിച്ചു ഏകാധിപതിയായിട്ട് സ്പെയിനിൽ. അപ്പൊ 60-കൾ പുള്ളിയോട് ചോദിച്ച പ്രസിഡന്റ്, will you pardon now your enemies? He looked, enemies? What enemies? I already finished them long back. There's no enemies in these countries for me. അത്രയ്ക്ക് ഉരുക്കുമുഷിയോട് ഭരിച്ച മനുഷ്യനാണ് ഇത്. അപ്പോൾ ഈ സിവിൽ വാറിന്റെ ഇടയിൽ 1937 ബാസ്ക് എന്ന് പറയുന്ന പ്രൊവിൻഷ്യൻ പച്ചനിറത്തിൽ കാണുന്ന ഭാഗത്ത് ഈ ഇദ്ദേഹത്തിന്റെ എതിർകക്ഷികൾ റിപ്പബ്ലിക്കൻസ് കൂടുതലുണ്ടായിരുന്ന ഭാഗത്ത്, അവരുടെ നിയന്ത്രണത്തിന്റെ ഭാഗത്ത് നാസി ജർമ്മനിയോട് സഹകരിച്ച് അവരുടെ ബോംബ്സ് വന്ന് 4 മണി തൊട്ട് ഒരു 3 മണിക്കൂർ ഏതാണ്ട് 3000 ബോംബ്സ് അവിടെ വർഷിച്ച് ഏതാണ്ട് 10,000 പൗണ്ട്സ് അവിടെ അടിച്ച് നിരപ്പാക്കി. അത് തെരഞ്ഞെടുത്ത സമയമാണ് പ്രാധാന്യം. സന്ധ്യാസമയത്ത് ഈ ചെറുപട്ടണം, വില്ലേജ് ടൗണിന്റെ നാട്ടിൻപുറത്തെ പട്ടണത്തിന്റെ ചുറ്റിനുള്ള നാട്ടിൻപുറത്തെ ആളുകൾ അവർ ചന്തയിൽ കൂടുന്ന സമയമായിരുന്നു. അതായത് ചുറ്റുമുള്ള പ്രദേശത്തെ ആളുകളെല്ലാം ഈ ചെറുപട്ടണത്തിലോട്ട് വന്നു കയറുന്ന സമയത്താണ് അവർ കൃത്യം തെരഞ്ഞെടുത്ത് 3 മണിക്ക് ബോംബ് ചെയ്ത് നശിപ്പിച്ചത്. അവര് ടോട്ടൽ ആളുകൾ 3-1 ആളുകൾ അന്ന് മരിച്ചു, അതിലേറെ വ്രണപ്പെട്ടവരും. ആ ഗ്രാമപട്ടണം പൂർണ്ണമായിട്ടും തകർന്ന് നാശമാക്കി. ഈ സംഭവം അന്നത്തെ ലോകത്തെ ഞെട്ടി, ആത്മാവിനെ ചോദ്യം ചെയ്തിട്ടുണ്ട് ഞെട്ടി. ദാറ്റ് വാസ് ഗൂർണിക്ക. ഈ വില്ലേജിന്റെ പേരാണ് ഗേർണിക്ക എന്ന് പറയുന്ന വില്ലേജ്. ഈ ബാസ്ക് റീജിയന്റെ പേരാണ്. അതിനെ പ്രതികരിച്ചാണ് പിക്കാസോ എന്ന ആർട്ടിസ്റ്റ് ഇത് ചിത്രീകരണത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. ഇനിയും പിക്കാസോനെ കുറിച്ച് 2 വാക്ക് പറയാം, എങ്കിലേ ഈ ചിത്രത്തിന്റെ കഥകൾ മനസ്സിലാവും. പാബ്ലോ പിക്കാസോ ചിത്രകലയിൽ എല്ലാവിധ ഒരു ഡയോൺ ഓൺ ചിത്രകല, വേൾഡിൽ ആർക്കെങ്കിലും ഒരു പേര് ആദ്യത്തെ 2-3 പേര് പറഞ്ഞാൽ പിക്കാസോ, പാബ്ലോ പിക്കാസോ വന്നിരിക്കും പേര്. ഇറ്റ്സ് സോ ഹ്യൂജ്. സോ അദ്ദേഹം സ്പെയിൻകാരനാണ്. അദ്ദേഹത്തിന് രാഷ്ട്രീയമില്ലായിരുന്നു, രാഷ്ട്രീയത്തിനോട് പ്രതികരിക്കാൻ പുള്ളിക്ക് താല്പര്യമില്ലായിരുന്നു. പുള്ളി പരസ്യമായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷം ഏതാണ്ട് പുള്ളിക്കാൻ 90 വയസ്സായപ്പോഴാണ് മരിച്ചത്. ആൻഡ് ഇറ്റ് വാസ് സോ, പിക്കാസോ വാസ് സോ എന്താ പറയുന്ന ഡിമാൻഡ്, ഹൈലി പ്രൈസ് പെയിന്റിങ്. ഒരിക്കൽ പിക്കാസോന്റെ വീട്, വളരെ പണക്കാരനായ പിക്കാസോന്റെ ആ ഒരു കാലത്തെ പണം നേടിയെടുത്ത ഒരു സ്ഥിതിയിലെത്തി പിക്കാസോയോട് ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ പിക്കാസോയുടെ ഒരു പെയിന്റിങ് ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ, ഐ കനോട്ട് അഫോർഡ് എ പിക്കാസോ പെയിന്റിങ് എന്നായിരുന്നു പുള്ളിയുടെ മറുപടി. It's so costly. Even artists cannot afford his painting. So he was so famous and gone. But where is the fame started? How his life started? He was a poor man, coming from a poor family. And the journey is under rags to riches, with touching the world history in painting. ആദ്യ കാലത്ത് പുള്ളിക്ക് തീരെ സാമ്പത്തിക ശേഷി, ഏറ്റവും ചെലവ് കുറഞ്ഞ പെയിന്റ്, പിഗ്മെന്റ് എന്ന് പറയുന്ന നീല നിറമായിരുന്നു. അത് ഉപയോഗിച്ച് പുള്ളി കുറേയേറെ ചിത്രങ്ങൾ പുള്ളിയുടെ 23-ാമത്തെ വയസ്സിൽ വരച്ചു തുടങ്ങി. സോ 2 ചിത്രങ്ങൾ കാണിക്കുകയാണ്. ഒരു പരാധീനയുടെ കാലമായിരുന്നു. പുള്ളിയുടെ ചിത്രങ്ങളിൽ കാണിച്ചിരിക്കുന്ന സ്വഭാവം ആ തരം അപത്തി, പരാധീനതയാണ്. അത് ആ ചിത്രങ്ങളിലെ ലൈൻസും അതിന്റെ സംവേദിക്കുന്നതും ശ്രദ്ധിച്ചു കഴിയുമ്പോൾ, ഞാൻ ഇതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കാൻ പോകുന്നില്ല, ഞാൻ ക്വിക്കായിട്ട് പറഞ്ഞു പോവുകയാണ്. അത് കഴിഞ്ഞ് അടുത്ത ചീപ്പായിട്ടുള്ള പിഗ്മെന്റ് എന്ന് പറയുന്നത് റോസ് കളറാണ്. അത് ഉപയോഗിച്ച് പുള്ളി അടുത്ത കാലഘട്ടം വന്നത് റോസ് പീരിയഡ്. പെയിന്റിങ് എല്ലാം റോസ് ബേസും ബ്ലൂ ബേസും ഒക്കെ ആയി. പിന്നീട് പുള്ളിക്ക് ഈ ആഫ്രിക്കൻ ആഫ്രിക്കൻ ചിത്രകലയിലോട്ട് താല്പര്യം കയറിയ കാലത്ത് ആഫ്രിക്കൻ ഇൻഫ്ലുവൻസ് പുതിയ ചിത്രങ്ങൾ വന്നു തുടങ്ങി. ആ മാസ്കും ആ ചിത്രങ്ങളുടെ ആഫ്രിക്കൻ ഇൻഫ്ലുവൻസ് വന്നു തുടങ്ങി. തുടർന്നാണ് പുള്ളി ക്യൂബിസിലോട്ട്, പുള്ളിയും പുള്ളിയുടെ മറ്റൊരു സുഹൃത്തും കൂടെ ക്യൂബിസം എന്നുള്ള ഒരു ചിത്രകല ശൈലിയിലോട്ട് മാറിയത്. എല്ലാ വസ്തുക്കളുടെ അടിസ്ഥാനമായിട്ട് യു ക്യാൻ സീ ഇറ്റ് ഇൻ ക്യൂബ്സ്, യു ക്യാൻ സീ ഇറ്റ് ഇൻ cylinders, you can see it in triangles.
സോ ബേസിക് ഫോമാറ്റ് ജോമെട്രിക്കൽ ഫോമാറ്റിലോ അത് 3-dimensional ജോമെട്രിക്കൽ ഫോമാറ്റിലോട്ട് മാറ്റാമെന്നുള്ള ആ ശൈലിയിലോട്ട് മാറ്റി ദേ സ്റ്റാർട്ടഡ് ദ ക്യൂബിസം. ക്യൂബിസിന് പല പല സബ് ലെവൽസ് ഉണ്ടായിരുന്നു. പല തലങ്ങളിലോട്ട് പുള്ളി അത് കൊണ്ടുപോയി. 2 വന്നിട്ട് വളരെ കാലത്തിന് വളരെ നാളുകൾക്ക് ശേഷം ഡെവലപ്പ് ചെയ്ത ഇതൊരു ഫേമസ് പെയിന്റിങ് നമുക്കെല്ലാം പരിചയമുണ്ട്. സ്റ്റാമ്പ് കളക്ടേഴ്സിന് അറിയാം. ഇന്ത്യൻ ഗവൺമെന്റ് ഈ 3 മ്യൂസീഷ്യനുള്ള പെയിന്റിങ്സ് സ്റ്റാമ്പായിട്ട് ഇറക്കിയിട്ടുണ്ട്. സോ ദർ ആർ ഡിഫറെന്റ് പ്രോസസ് ആൻഡ് എവല്യൂഷൻ ഓഫ് ദിസ് മാൻ ആസ് ഹി വെന്റ് ത്രൂ ദ ആർട്ട് ഹിസ്റ്ററി. അപ്പോൾ ഈ പ്രോഗ്രസ്സും ഈ പുരോഗമനവും കണ്ട് അതിനകത്തു നിന്നുള്ള സംവേദനം വളർച്ചയില്ലെങ്കിൽ നമുക്ക് ഈ ചിത്രകലയിലുള്ള അജ്ഞത അഡ്വക്കേഷൻസ് തുടങ്ങിയപ്പോഴുള്ള ശാസനം ഏതായിരുന്നു? ഇതൊന്നും പഠിക്കാൻ ചുമ്മാ ചിത്രം ഇതാന്ന് പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാൽ ചിത്രം ആവുന്നില്ല, ചലച്ചിത്രം ആവുന്നില്ല, അല്ലെങ്കിൽ സംവിധാനം ആവുന്നില്ല എന്ന് അന്ന് പറയില്ല. ഞാൻ നിങ്ങളെ ശാസിച്ചു തുടങ്ങി എന്ന് പറയുന്ന ഇതാണ്. അൺലെസ് വി ലേൺ, അൺലെസ് വി ഹാവ് എ ബേസിക് നോളജ് അബൌട്ട് ഇറ്റ്, ചിത്രകലയ്ക്ക് നമുക്ക് ആസ്വദിക്കാനുള്ള ഒരു കെൽപ്പ് നമുക്ക് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് വസ്തുത. സോ ലെറ്റ് us try to understand on this. അപ്പോൾ ഈ ഇവിടുന്ന് തിരിച്ച് ഗൂർണിക്കിലോട്ട് വരുമ്പോൾ is fundamentally a war, anti-war ചിത്രം. അപ്പൊ ഈ ആന്റി വാർ ചിത്രങ്ങൾ ആ കാലത്ത് ആളുകൾ എങ്ങനെ നേരിട്ടിരുന്നു, എങ്ങനെ ചിത്രീകരിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും ഒരു അണ്ടർസ്റ്റാൻഡിങ്. സോ ഐ എം ഗോയിങ് ടു ടേക്ക് ഫ്യൂ വാർ പെയിന്റിങ്സ് ഓഫ് ദാറ്റ് ബിഫോർ ദാറ്റ് പീരീഡ്. അതിന് മുമ്പുണ്ടായിരുന്നത് ഈ ചിത്രം ഫ്രഞ്ച് റെവല്യൂഷന്റെ സമയത്ത് ഡെലക്വ എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും വലിയ ഫ്രഞ്ച് ആർട്ടിസ്റ്റ് ഇറ്റ് ഇസ് ടൈറ്റിൽ ലിബർട്ടി ലീഡിങ് ദ പീപ്പിൾ. ആ ലിബർട്ടി എന്ന് പറയുന്ന ആ ഫ്രഞ്ച് കൊടിയെടുത്തോണ്ട് ലിബർട്ടി ലീഡ് ചെയ്യുന്ന ചെറുപ്പക്കാർ ആ തോക്കും എടുത്തോണ്ട് പയ്യൻ ഇന്നസെന്റ് യങ്സ്റ്റേഴ്സ് ലീഡിങ് ഓൺ തിങ് വിത്ത് ഓൾ ദ റെസ്റ്റ് ആൻഡ് ദ ഡെത്ത് ഓഫ് ഓൾഡ് ഓർ അങ്ങനെ കാണിച്ചു പോകുന്ന രാഷ്ട്രീയ മനുഷ്യൻ. അതിന്റെ ആ കളറും അതിന്റെ ആ വിപ്ലവത്തിന്റെ ഡൈനാമിക് മൂവ്മെന്റ്സ് ആണ് ഇവിടെ കാണുന്നത്, അതിന്റെ ആവേശം. സോ ഇറ്റ്സ് ബേസിക്കലി എ ഹീറോയിസം ഓഫ് എൻ ആക്ടിവിറ്റി. അത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഹീറോയിസത്തിനെയാണ് ഇവിടെ കാണിക്കുന്നത്. So war paintings are always about one-sided heroism or say it's drama. നടക്കുന്ന അവിടുത്തെ ഡ്രാമ കാണിക്കും. ഈ ചിത്രമാണെങ്കിൽ ഒരു സ്പാനിഷ് ചിത്രമാണ്. ഫ്രഞ്ച് നെപ്പോളിയന്റെ സൈന്യം മാഡ്രിഡ് വന്ന് വരുന്നു. അവരുമായിട്ട് ഫ്രണ്ട്ലിയാണ്. പോർച്ചുഗീസിനെ നമുക്ക് അടിച്ച് അമർത്താമെന്ന് പറഞ്ഞുകൊണ്ട് ഫ്രഞ്ച് സ്പെയിനിൽ വരുന്നു. സ്പെയിനില് അവിടെ തെരുവുകൾ നടക്കുമ്പോൾ അത് ബലഹീന രാജാവിനെ ഒതുക്കാൻ വേണ്ടി നെപ്പോളിയന്റെ സഹോദരൻ ജോസഫ് നെപ്പോളിയൻ അവിടുത്തെ ആളുകളെ പതുക്കെ അദ്ദേഹത്തെ പട്ടാളത്തിൽ വീഴ്ച കൊടുക്കുകയും ഇത് എങ്ങനെയോ അവിടുത്തെ കോമൺ മാൻ സാധാരണക്കാർക്ക് ബുദ്ധിമുട്ട് തോന്നുകയും ഈ പട്ടാളക്കാരെ കയറി ആക്രമിക്കുകയും ചെയ്യുന്നു. ആൻഡ് 2nd of May 1888 എന്നുള്ള ആ തീയതി. അപ്പൊ ആ തീയതി ഇട്ടുകൊണ്ടാണ് ഗോയ എന്ന് പറഞ്ഞ ഈ ആർട്ടിസ്റ്റ് വരച്ചിരിക്കുന്നത്. ഗോയ എന്ന ആർട്ടിസ്റ്റും ഒരു പഠനമാണ്, ബ്യൂട്ടിഫുൾ ആർട്ടിസ്റ്റ്. അത് അദ്ദേഹത്തിന്റെ ചരിത്രവും ചിത്രങ്ങളും കണ്ടാൽ അതൊരു അനുഭവമാണ്. ഒരു ബ്യൂട്ടിഫുൾ ഒരു നോവൽ വായിച്ചു പോകുന്ന പോലെ ഒരു അനുഭവമാണ്. അതിന്റെ പിറ്റേ ദിവസം ആ നെപ്പോളിയന്റെ ആർമി ഇവരെല്ലാം അടിച്ച് അമർത്തുകയും ചെയ്തു. സോ ദ നെക്സ്റ്റ് പെയിന്റിങ് ഇതൊരു ഡ്യുവൽ പെയിന്റിങ്. ഒന്നിതും അടുത്ത പെയിന്റിങ് അതിന്റെ പേര് 3rd May 1808 എന്നുമാണ്. ഇപ്പൊ എന്താണ്? പട്ടാളം വരുന്നു, ആളുകൾ പിടിക്കുന്നു, നേരിട്ട് വെടിവെച്ച് കൊല്ലുന്നു. ലൈറ്റ് ഫോക്കസ് ഇവരുടെ നേരെയാണ്. അവൻ ഇങ്ങനെ കൈ ഉയർത്തി നിൽക്കുന്നത് ഒരുമാതിരി എന്തുവാണ്, ക്രൂശിതനായ യേശുവിനെ പോലുള്ള ഒരു പോസാണ്. അത് ശ്രദ്ധിച്ച് നോക്കിയാൽ അവിടെ ആണിപ്പഴുതുകളുടെ ചിഹ്നം, തിരുമുറിവിന്റെ ഇതും പുള്ളി വരച്ച് ചേർത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് അഗെയിൻ എ മാർട്ടിഡം, a heroism. It's a statement supporting. So war has been glorified as it went about. So by the time it came to the next stage, Manhattan impressionism കാലം ആയപ്പോൾ മാറ്റർ ഓഫ് ഫാക്ട് ചിത്രീകരണമായി. ഓക്കെ, ഇതാണ് ഇറ്റ്സ് മാക്സിമിലൻ എന്ന് പറയുന്ന ഒരുത്തൻ അവിടുന്ന് മെക്സിക്കോയിൽ പോയി അവിടുത്തെ അധിപതിയാവുന്നു. 2 വർഷം കൊണ്ട് അയാളെ തൂത്തെറിയുന്നു, അയാളെ കൊലപാതകം ചെയ്യുന്നു.
ആ എക്സിക്യൂഷൻ ഓഫ് എംപറർ മാക്സിമിലിയന്റെ ചിത്രം അന്ന് മാനറ്റ് വരച്ചതാണ്. ഇതും യുദ്ധത്തിനെയാണ്. പക്ഷെ ഇതിന്റെ കാഴ്ചക്കാർ പിന്നിലും. ഓക്കെ, റെക്കോർഡിംഗ് ഓഫ് ദ മേജർ ഇവന്റ്സ്. കൊറിയൻ വാറിനെ അടിസ്ഥാനപ്പെടുത്തി ചെയ്തിരിക്കുന്ന പിക്കാസോ, പുള്ളിയുടെ ആധുനിക രൂപം. സോ ലെറ്റ് us do a comparison. ഇത് മൂന്നെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത് എന്താ? കോമ്പോസിഷൻസ് ആർ സിമിലർ. ഒരു സൈഡ് ആളുകൾ തോക്ക് പിടിച്ചിരിക്കുന്നു, മറു സൈഡിൽ അതിൻ്റെ അനുഭവിക്കുന്നവര്. കണ്ടില്ല, പാറ്റേൺ ഡ്രോയിങ്ങിന്റെ ആ ഒരു കോമ്പോസിഷൻ ഒന്ന് തന്നെയാണ്. പക്ഷെ അതിനകത്ത് നിന്ന് വരുന്ന ഫീൽ, അതിൻ്റെ സ്റ്റേറ്റ്മെന്റ്, അതിൻ്റെ ലാംഗ്വേജ്, അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് everything is different. So there you can see subject presentation similar aanengil, composition similar aanengilum the whole communication is and treatment are different. The first Goya's presentation is heroism, being martyrdom in that. Second one is a matter of fact statement. There is no emotion connect. It's a visual photograph pole apparthe kore peru nokki nikkunnu. There's no commitment or feeling, some kada parayunnu. And coming to Picasso's Korean War എന്ന് പറയുന്നത്, it become നോക്കുമ്പോൾ സ്ത്രീകളെ നിരത്തി വെച്ചിരിക്കുന്നു നഗ്നരായ. അതിന്റെ പുറയിൽ ഡെത്ത് പിറ്റ് വെച്ച് വെടിവെച്ചിട്ട് കഴിഞ്ഞാൽ അതിന്റെ കുഴിച്ചുകൊണ്ടാണ് പിറ്റിന്റെ വസ്തു കൊണ്ട് നിർത്തിയിരിക്കുന്നു. ഈ വസ്ത്രം ഇല്ലാത്തവർ കൊണ്ട് ഏതാണ്ട് തോക്ക് പോലുള്ള ഏതൊരു ആയുധം എടുത്തിരിക്കുന്നു. ഒന്നുകൂടെ അതിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ പഴയകാല പ്രഭുക്കളുടെ ഒരു ലുക്കാണ് അതിന് കൊടുത്തിരിക്കുന്നത്. അതിന് വാളുണ്ട്, തോക്കുകളല്ല, ഏതാണ്ട് ഒരു വാള് പോലൊരു ആയുധം. എന്നിട്ട് ദ ഹോൾ സ്റ്റേറ്റ്മെന്റ് ഇസ് ഡിഫറെന്റ്. അതിനകത്ത് കാണിച്ചിരിക്കുന്ന അമേരിക്ക ഇടപെടുന്ന അന്യായത്തിനെതിരായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് ആ കൊറിയൻ വാറിൽ ഇടപെടുന്നതിന്റെ കാണിക്കുന്ന ഒരു ഫീൽ, കമ്മ്യൂണിക്കേഷൻ ഫീൽ ഇസ് ദാറ്റ്. സോ എനിക്ക് ഇപ്പം പിക്കാസോയുടെ ഈ ചിത്രം കണ്ടാൽ എന്താണ് ഈ കാക്കിരി കുക്കിരി വരച്ചു വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് തോന്നുമെങ്കിലും ഇതിന്റെ പിൻചരിത്രങ്ങളും അതിന്റെ ഇതും അറിയാമെങ്കിൽ ചിത്രത്തിന്റെ അർത്ഥങ്ങളും ആസ്വാദന നിലവാരവും നമുക്കത് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അതാണ് അതിന്റെ വാസ്തവം. ഓക്കെ, സോ ലെറ്റ് മീ ജസ്റ്റ് ഗോ അബൌട്ട് വിത്ത് ക്വിക്ക്ലി. ഇതെനിക്കറിയത്തില്ല, ഇതൊക്കെ ഒരു 3 മണിക്കൂർ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് എസെൻസ് ആയിട്ടുള്ള മാത്രം ഞാൻ പറഞ്ഞു വിടുകയാണ്. സോ ഇറ്റ് ഈസ് ഫ്രോം, if you want to understand, you got to have a background knowledge. You have to have a visual language with you, and visual language communication എന്താണെന്ന് അറിയണം. അങ്ങനെ വരുമ്പോഴാണ് ചിത്രകലയിലോട്ടോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റിലോട്ടോ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. ഇതിന്റെ കാരണത്താലാണ് ഞാൻ പറയുന്നത്, നമ്മൾ പ്രകൃതിയെ നമ്മുടെ പഠനത്തിനും സിസ്റ്റത്തിനും ശരിക്കും നമുക്കൊരു we are at illiterate status. Okay, let's come back to ഗർണിക്ക. ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ കാണുന്നത്? ഈ അറ്റത്തുനിന്ന് തുടങ്ങാം. സ്ത്രീ ഉയർത്തി അലറുന്നു, കാണാം, ജനൽ കാണാം, തീ പിടിച്ചിട്ടുണ്ട്. ഇതിന്റെ സൈഡില് തുണിക്ക് തീ പിടിച്ചിരിക്കുന്നു. അവിടുന്ന് ചാടി മേളിലോട്ട് നോക്കുന്ന ഒരു രൂപം. അതിന്റെ താഴെ മുറിഞ്ഞ കാലുമായി അലച്ച് ഇങ്ങോട്ടോ ഡയറക്ഷൻ ഇല്ല ഓടുന്ന ഒരു സ്ത്രീ. ഒരു വട്ടം കണ്ടു ആ വഴിക്ക് ഓടുന്നു. വ്യക്തമായല്ലോ. മൂന്നാമത്തെ ഒരെണ്ണം ജനലിൽ കൂടെ എന്തായി നടക്കുന്നതെന്ന് നോക്കുന്ന, അന്തം വിട്ട് നോക്കുന്ന മറ്റൊരു സ്ത്രീ രൂപം. അവരുടെ കയ്യിൽ ഒരു ചെറിയ വിളക്കും. പിന്നീട് നമ്മൾ കാണുന്നത് ഇവിടെ ഒരു കുതിര, അലറുന്ന ഒരു കുതിര, വാ തുറന്ന് അലർന്ന്, അതിന് കുന്തം കൊണ്ട് മുറിവേറ്റിരിക്കുന്നു അതിന്റെ കാലുകളുമായിട്ട്. ഇതിന് താഴെ പല മനുഷ്യൻ കൈകൾ തുറന്ന് ഇനിയപ്പുറത്ത് കൈ മുറിഞ്ഞ ഒടിഞ്ഞ വാളുമായി പിടിച്ചിരിക്കുന്ന ഒരു രൂപം, കഷ്ണമായിട്ടിരിക്കുന്ന ഒരു പടയാളി. ഇപ്പോട്ട് വന്നു കഴിഞ്ഞാൽ മറ്റൊരു സ്ത്രീ രൂപം, മുല കൊടുത്ത് നിർത്തിയ ആ ഒരു പോസില് കുഞ്ഞിനെയും കൊണ്ട് മേലോട്ട് നോക്കി അലറുന്ന ഒരു സ്ത്രീ രൂപം. ഇവിടെ ആളെ കൂറ്റി നിൽക്കുന്നു, കാണാം. ഈ
ഈ മങ്ങിയ വെളിച്ചത്തിൽ വരുന്ന ഒരു കിളി പോലൊന്ന് ആവാകാം, എന്ത് കിളിയാകാം, അത് മുറിഞ്ഞ ഒരു വിഷയം. ഇത്രയുമാണ് ഇതിനകത്തുള്ള ലേ ഔട്ട്. ഇവിടെ ഇലക്ട്രിക് ബൾബ് ഉണ്ട് കാണുന്ന. ഇതിന്റെ കോമ്പസിഷനിലോട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് കടക്കാം. ഞാൻ ഈ പറഞ്ഞതെല്ലാം കാണാൻ ചുമ്മാ കളർ കൊടുത്തിരിക്കുന്നു, വ്യക്തമാണല്ലോ. തീയ ഒരു എത്തിനോക്കൽ, ഇവിടുത്തെ കുതിരയുടെ കഷ്ണങ്ങൾ, പടയാളിയുടെ മരണപ്പെട്ട പോസ്, ഒടിഞ്ഞ വാളും, കിളി, കളക്കുറ്റൻ, ഇത്രയും ആണ്. പിന്നെ അതിനകത്ത് പിന്നെ അല്പം വിശദീകരണങ്ങളുണ്ട്, നമുക്ക് പിന്നീട് വരാം. സോ ഇത് ബേസിക് സ്ട്രക്ചർ. ഈ കോമ്പസിഷൻ ചെയ്തു വെച്ചിരിക്കുന്നതും രസകരമാണ്. ആ ലൈറ്റിന്റെ ഒരു ഇത്, പിന്നെ 4 പാനലായിട്ട് നോക്കിയാൽ നമുക്കത് കാണാൻ പറ്റും. ഈ ഒരു തരം കണ്ണിക്ക് വരുമ്പോൾ അതിന്റെ കൺസ്ട്രക്ഷൻ വോയിസ് ബ്രേക്ക് ആകുന്നുണ്ട്, കൃത്യമായിട്ട് കേൾക്കാൻ സാധിക്കുന്നില്ല. കേൾക്കാമോ? ഹലോ സാർ, ഇപ്പോൾ കേൾക്കാം സാർ. ഞാൻ ഒന്നുകൂടെ അടുത്ത് വന്ന് മൈക്കിനോട് സംസാരിക്കാം. അപ്പൊ ഈ കൺസ്ട്രക്ഷൻ ആണ് ഇത്രയും നേരം 3 സ്ലൈഡ് ഞാൻ പറഞ്ഞത്. അതിനെ കഥാപാത്രങ്ങൾ എന്ത് വരച്ചു വെച്ചിരിക്കുന്നു, അതിന്റെ കൺസ്ട്രക്ഷൻ ആൻഡ് അതിന്റെ കോമ്പസിഷൻ, ഇതാണ് അവിടെ നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത്. ഇനി അങ്ങോട്ട് കയറേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ, ഇത് എങ്ങനെ ഇവൻ വരച്ചെടുത്തതിന്റെ അക്കാലത്ത് ഈ പിക്കാസോ വരച്ചതിന്റെ കംപ്ലീറ്റ് ഒരു നീണ്ട ഫോട്ടോഗ്രാഫ് റെക്കോർഡിംഗ് ഉണ്ട്. ആ റെക്കോർഡിനെ അടിസ്ഥാനമാക്കി നമുക്ക് ഇയാൾ കമ്പോസ് ചെയ്ത രീതി, ഇത് ഫൈനലി ഇറ്റ് ഹാസ് കം ടു ദിസ് പ്രോഡക്റ്റിന്റെ ഡിഫറെന്റ് സ്റ്റേജസിലോട്ടൊന്ന് ക്വിക്കായിട്ടൊന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പുള്ളിയുടെ ആദ്യത്തെ സ്റ്റഡിയാണ്. സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ കോമ്പസിഷൻ ഫൈനൽ ചെയ്യുന്നതല്ലേ. എന്തൊക്കെ വേണം? ഒരു കാളക്കുറ്റിനെ വേണം, കുതിര വേണം, പടയാളി ചത്ത് കിടക്കുന്നു, ഒരു സ്ത്രീ ജനലിൽ കൂടെ നോക്കുന്നു, ഒരു കെട്ടിടങ്ങൾ വാങ്ങിച്ചിരിക്കുന്നു, വിളക്ക് വെച്ചിരിക്കുന്നു, ബേസിക് ആണ്. ഇവിടെ മറ്റൊരു കോമ്പസിഷൻ പുള്ളി വരച്ച് കുറ്റിനെ എടുത്തുകൊണ്ട് ഓടുന്നു, ഒരു അമ്മ പട കയറുന്നു, ഇറങ്ങുന്നു, ആ ഒരു പോസ്. പിന്നെ അത് അലച്ചു പിടിച്ചു പോകുന്ന ചത്ത കുഞ്ഞിനെയും കൊണ്ട് പോകുന്ന മറ്റൊരു സ്കെച്ച്. ഇതെല്ലാം ഇതിനു വേണ്ടി മുൻകൂർ ഇങ്ങനെ ആ 35 ദിവസം പുള്ളി വർക്ക് ചെയ്യപ്പോൾ എടുത്ത സ്കെച്ചുകളാണ്. എങ്ങനെ ഇതിനെ കാണിക്കണം, ഇത് കഴിഞ്ഞ് ഇതെല്ലാം ചേർത്തൊരു കോമ്പസിഷൻ പെൻസിൽ വെച്ച് പുള്ളി വരയ്ക്കുന്നു ക്യാൻവാസിലോട്ട് പോകുന്നതിന് മുമ്പ്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം മരണപ്പെട്ടവന്റെ ഇത് കോമ്പസിഷൻ, ഇവിടുത്തെ ആ രൂപങ്ങൾ ഓരോന്നോരോ ഫോം ചെയ്യുന്നവർ വഴി എന്താ ഒരു ബേസിക് ഫസ്റ്റ് ആൻഡ് കട്ടാണ്. ഇവിടെ കാളക്കുറ്റൻ, ഇവിടെ വീല്, താർന്ന വീല്, നമ്മുടെ അങ്ങനെ കാണാനില്ല, കെട്ടിടം. ഫസ്റ്റ് സ്കെച്ച്. എന്നിട്ട് ക്യാൻവാസിലോട്ട് പുള്ളി വരച്ചു കയറ്റിയപ്പോൾ കിട്ടുന്ന സ്കെച്ച് ഇതായിരുന്നു ആദ്യം. അപ്പൊ അത് മുഴുവൻ പുള്ളി സ്റ്റേജ് ബൈ സ്റ്റേജിന്റെ റെക്കോർഡിംഗ് ആണ്. ക്വിക്കായിട്ട് ഒരു കോമ്പസിഷൻ ഫൈനലി എത്തുന്നതിന്റെ പിന്നെയുള്ള ഇപ്പൊ ഒന്ന് വരച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ഒരു മനസ്സിൽ പൂർണ്ണമായിട്ട് കണ്ടൊന്നുമല്ല വരയ്ക്കുന്നത്. അതിന്റെ ആശയങ്ങൾ എടുത്ത് വരച്ച് ചേർക്കുമ്പോൾ എന്നിട്ട് അതിന്റെ ഒരു ബാലൻസ് ഉണ്ടാക്കി കളേഴ്സ് ചേർത്ത് കമ്പോസ് ചെയ്താണ്. ഏത് ചിത്രകാരനോട് ചോദിച്ചാൽ അവർ പറയും they work it out as they evolve with. As you go, there's a basic thought process and they start working on it. ഒരു കഥ എഴുതണമെന്ന് മനസ്സിലുണ്ടെങ്കിൽ കഥ മുഴുവൻ ഫൈനൽ നോവൽ കൃത്യമായിട്ട് എടുത്ത് ആളിലോ എഴുതി തുടങ്ങി കഥ എഴുതി വരുമ്പോൾ ഒഴുക്കിനനുസരിച്ച് തിരുത്തുകയും അതിന്റെ എഫക്റ്റീവ് വരുന്ന പറയുന്ന അതേ പ്രോസസ് ചിത്രകലയിൽ നടക്കുന്നത്. അപ്പൊ ഒരു വരച്ചൊന്നും തീരുന്നില്ല, ആരും ഒറ്റ അരിക്ക് വരച്ച് ഓർണേറ്റ് വരയ്ക്കുന്നൊന്നുമില്ല. എപ്പോഴും അതിനൊരു പ്രോസസ് ഓഫ് ക്രിയേറ്റിവിറ്റി ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഇത് ഒരു സ്റ്റേജ്. ആ വലിയ ക്യാൻവാസ് 4 മീറ്റർ by 8 മീറ്ററിന്റെ ക്യാൻവാസിലുള്ള ഡിഫറെന്റ് സ്റ്റേജസിന്റെ സ്നാപ്പുകളാണ്. ഇതിനകത്ത് നോക്കുമ്പോൾ കാണാം കളക്കുറ്റന്റെ ഷേപ്പ് മാറുന്നു, ഓരോന്നിന്റെ ഫോർമാറ്റ് ലൈൻസ് മാറുന്നു, അതിന്റെ കളേഴ്സ് തുടങ്ങുന്നു. ഇപ്പൊ ഏതാണ്ട് ഒരു ഷേപ്പായി. ഇവിടെ അത്ര വലിയ വ്യക്തത വന്നിട്ടില്ല. ഇവിടെ റൂഫിന്റെ ചില ലൈൻസ് വരുന്നുണ്ട്, കളെ മാറ്റി തല ഇങ്ങനെ ആക്കിയിരിക്കുന്നു ഓരോന്നിനും. ഫൈനലി ഇറ്റ് ഈസ് ദിസ്.
അപ്പോൾ ഈ ഗുർണിക്കായുടെ യൂട്യൂബിലും ഒക്കെ ഉണ്ട്, കിടപ്പുണ്ട് ഇതിന്റെ ഡിഫറെന്റ് സ്റ്റേജ്, അല്ലെങ്കിൽ അവരുടെ സൈറ്റിൽ ഇതെല്ലാം റെക്കോർഡിങ് സ്റ്റഡീസിന്റെ ഭാഗമായിട്ട് ചിത്രകലാകാരൻ എങ്ങനെയായിരുന്നു ഇതിന്റെ സൃഷ്ടി എന്നുള്ളത് മനസ്സിലാക്കാനുള്ള എല്ലാ വകുപ്പുകളും ഉണ്ട് താനും. സോ ഇതാണ് സൃഷ്ടിയെങ്കിൽ ഇതിനകത്ത് മറ്റൊരു കഥാപാത്രം പ്രധാനമായിട്ടുണ്ട്. അത് പിക്കാസോവിന്റെ പല മുൻ ചിത്രങ്ങളിലും വളരെ കോമൺ ആയിട്ട് വന്നിരിക്കുന്ന കാളക്കുറ്റൻ. 2 സിമ്പിൾസ് ആണ് അതിനകത്തുനിന്ന്. ഒന്ന്, നമ്മുടെ ഈ സ്പാനിഷ് ഉണ്ടല്ലോ, അവർ ഈ കാളപ്പോരിന്റെ ഭാഗമായിട്ട് വരുന്ന കാളക്കുറ്റൻ. And a fighting bull finally being killed. So he's used this idiom very, very frequently. Another idiom he used was from Greek mythology called Minotaur. So endana Minotaur? So Minotaur is, there is a Minos is a king who wanted to do a sacrifice. രാജ്യം കീഴടക്കാൻ വേണ്ടി ഒരു കാളെ സാക്രിഫൈസ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച് ദേവലോകം പുള്ളിക്ക് ഒരു വെളുത്ത മനോഹരമായ കാളെ കൊടുക്കുന്നു. ഇതിൽ ആകൃഷ്ടയായി ഇവന്റെ ഭാര്യ അതുമായിട്ട് വേഴ്ചയിൽ ഏർപ്പെടുന്നു. ആ വേഴ്ചയിൽ നിന്നുണ്ടായ ഒരു മനുഷ്യ മൃഗ ജന്മമാണ് മിനട്ടോർ. ഹാഫ് കാള ഹാഫ് മനുഷ്യൻ. അപ്പോ ഈ മിനട്ടോറിനെ ഹാഫ് ഹ്യൂമൻ ഹാഫ് ബുൾ 2 രീതിയിലും ചിത്രീകരിച്ചിട്ടുണ്ട്. മേൽവശം മനുഷ്യനായിട്ടും ബാക്കി ശരീരം ഒരു കാളയുടെയും, ഇല്ല കാളയുടെ തലയും മനുഷ്യ ശരീരവുമായിട്ട്. ഇവൻ സ്വാഭാവികമായ ഒരു ജീവി അല്ലാത്തതുകൊണ്ട് ഇവന്റെ ആഹാരം സാധാരണ എല്ലാവരും കഴിക്കുന്നതല്ല, മനുഷ്യനെയാണ്. അപ്പോൾ ഇവൻ വിശക്കുമ്പോൾ പോയി കഴിക്കും, ആളുകളെ പിടിച്ചിന്നും. അതുകൊണ്ട് മിനോസ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു വലിയ ഒരു എന്താ പറയുന്ന അതിന് നമ്മുടെ ലാബ്രിൻറ്റ് അല്ലെങ്കിൽ ഒരു കൺഫ്യൂസ് ചെയ്യുന്ന ഒരു സ്ഥലം ഉണ്ടാക്കി ഇവനെ അതിൽ പാർപ്പിച്ചു. സോ ഈ ലാബ്രിൻറ്റ് എന്നുള്ള വാക്ക് തന്നെ ഈ ഒരു ആദ്യകാലത്ത് വന്നിരിക്കുന്ന മെയിൻ ഏരിയ ആണ്, ലാബ്രിൻറ്റ് ഉണ്ട്. അപ്പൊ ഇത് പക്ഷെ അതിനകത്തോട്ട് സാക്രിഫൈസ് ചെയ്യാൻ ആളുകളെ കയറ്റിവിടും. ഇവൻ മനുഷ്യനെ തിന്ന് സന്തോഷമായിട്ട് കഴിഞ്ഞു പോകുന്ന ഒരു സ്ഥിതിയിലാണ് നമ്മുടെ ഹീറോ തീസിയസ് വോളണ്ടിയർ ചെയ്യുന്നു. നമ്മുടെ ഭീമനൊക്കെ പോയി ചെയ്യുന്ന പോലെ തീസിയസ് പോയി, നമ്മുടെ പുരാണങ്ങളിലും സമമായ കഥകളാണ്, ജരാസന്റെ കഥകളുണ്ട്. തീസിയസ് അകത്ത് പോയി ഈ മിനട്ടോറിനെ വധിക്കുന്നു. ഇതാണ് ഗ്രീക്ക് മിത്തോളജിയുടെ ഭാഗം. ഈ മിനട്ടോറിനെ എടുത്ത് പല ചിത്രങ്ങളിലും പിക്കാസോ ആ സ്പാനിഷ് സിവിൽ വാറിന്റെ ഭാഗമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. അതൊരു സ്റ്റഡി തന്നെയാണ്. ആ മിനട്ടോറിന്റെ അയാളുടെ ഒരു സീരീസ് ഓഫ് പ്രിൻസ് ആണ്. മിനട്ടോർ ഇവിടെ കാളത്തലയുള്ള മനുഷ്യൻ രാജാക്കന്മാരുടെ കൂടെ കേസ് പറഞ്ഞു പോകുന്നു. മിനട്ടോർ പ്രശ്നങ്ങളിടയിൽ നിൽക്കുന്നു. മിനട്ടോർ സ്ത്രീകളുടെ കൂടെ പോകുന്നു, രീതിയിൽ പോകുന്നു. ഇങ്ങനെ കുറെ ചെയ്തതാണ് ഈ ഒരു പെയിന്റിങ് മിനട്ടോർ മാച്ചി വളരെ പ്രസിദ്ധമായത്. ഇതിനകത്ത് ചിത്രീകരിച്ചത് മിനട്ടോർ 2 മിനിറ്റ് ഞാനിത് അഡീഷണൽ എടുക്കുന്നുണ്ട് ഇതിനു വേണ്ടി. ഇത് ഓൾറെഡി 1 മണിയായി, നമ്മുടെ സമയം തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് ക്ഷമിക്കുക, എനിക്കൊരു 15-20 മിനിറ്റോടെ വേണ്ടി വരും നമുക്കത് തീരാൻ വേണ്ടി. അത്രയും നഷ്ടപ്പെട്ട് റിക്കവർ ചെയ്യണം. മിനട്ടോർ എന്ന് പറയുന്നത് പള്ളിയിൽ നിന്ന് കയറി വരുന്നു. മുഖത്ത് യാതൊരു ഭാവവുമില്ല, അത് അതിശക്തനാണ്. മുന്നേ വന്ന ആദ്യ കുതിരയും ആ പട്ടാളയും കഴിഞ്ഞിരിക്കുന്നു. ഇതൊന്നും കഥ അറിയ ഒരു പെൺകുട്ടി വിളക്ക് വെച്ച് സ്വീകരിക്കുന്നു. വിവരം അറിയുന്നവർ പേടിച്ചോടുന്നു. ഇത് ഭയന്ന് കണ്ട് പ്രാവിന്റെ കൂടെ എല്ലാം സമാധാനം അതിനൊരു സ്ത്രീകൾ ഇരിക്കുന്നു. ഒരു ഈ ഫീലിംഗ് ഓഫ് എ ഡിസ്ട്രക്ഷന്റെ ഒരു ഭാഗമായിരുന്നത് 30കളിൽ വരച്ച ചിത്രമാണ്. അത് കഴിഞ്ഞാണ് സിവിൽ വാറിലോട്ട് കയറുന്നത്. അത് ഇതിനെ പ്രവചനമായിട്ടാണ് പിന്നീട് മാറിയത് കൊണ്ടും സംഭവങ്ങളുടെ പോക്ക് അങ്ങനെ ആയത്. മിനോട്ടോ മാച്ചി ഒരു വലിയ സിമ്പിളായിട്ട് പിക്കാസോന്റെ പെയിന്റിംഗ് ആയിട്ട് മാറി. ഇതൊരു ഒരു മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ ചിത്രീകരണത്തിന്റെ ആ ഒരു ഫീൽ ഇറ്റ്സ് നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അതിനുശേഷം ഫ്രാങ്കോ കയറി ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഫ്രാങ്കോയും സ്പാനിഷ് സിവിൽ വാറിനെയും പ്രതികരിച്ച് ഡ്രീംസ് ആൻഡ് ലൈഫ് ഓഫ് ഫ്രാങ്കോ എന്ന് പറഞ്ഞ പുള്ളി ഒരു 18 സ്കെച്ചസ് ഇറക്കി. ഇതിനകത്ത് ഫ്രാങ്കോയെ ഒരു ട്യൂബ്ലെസ് പുഴുവായിട്ട്, ട്യൂബ് പോലൊരു പുഴുവായിട്ടാണ് ചിത്രീകരിക്കുന്നത്. എല്ലാം സിംബോളിസമാണ്. ഓക്കെ, അവിടെയും കാളയെ കാണാം.
കാള ഒരു ഇവിടെ ഈ കാളയെ കാണിച്ച മിനോട്ടോറായിട്ടല്ല, സ്പാനിഷ് ആളുകളെ ആയിട്ടാണ്. ഈ ക്യൂബ് ഒരു വികൃത ജീവിയായിട്ടാണ് ഫ്രാങ്കോയെ ചിത്രീകരിച്ചത്. ഇതെല്ലാം സിംബോൾസുമായിട്ട് ആ സ്പാനിഷ് ചിത്രങ്ങളും അത് വിറ്റ്, ഇത് പ്രിന്റ് ആണ്, പ്രിന്റ് വിറ്റ് കാശാക്കി ഈ റിപ്പബ്ലിക്കൻസിന് വേണ്ടി സഹായിക്കാനുള്ള ശ്രമവും അന്ന് പിക്കാസോ നടത്തിയിരുന്നു. അപ്പോൾ ഇത്രയും പ്രീഎംപ്റ്റി ആയി കഴിഞ്ഞ് നമുക്ക് ചിത്രത്തിലേക്ക് വരാം. എന്താണ് ചിത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ഓക്കെ, സ്റ്റാർട്ടിങ് ഫ്രോം ഹിയർ. ഈ സ്ട്രക്ചർ പുറം ലോകവും ഇങ്ങോട്ട് അകം ലോകവുമാണ്. അപ്പൊ ഒരു സ്ഥലകാല ഭ്രമം അവിടുണ്ട്. അത് ഇസ് നോട്ട് എ റിയാലിറ്റി. ഗേർണിക്ക എന്ന് പറയുന്ന സ്ഥലം ഇവിടെ കാണിക്കുന്നില്ല. ഒരു സ്ഥലം റെപ്രസെന്റ് ചെയ്യുന്ന ഗേർണിക്കയെ കുറിച്ച് ഒരു വാക്കോ ഒരു സൂചനയോ ഇതിനില്ല. ആകെ കാണിച്ചിരിക്കുന്ന ഒരുമാതിരി മിസ്റ്റിക്, ഒരു സ്ഥലകാല വിഭ്രമം തോന്നുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട്. അവിടെ കാണുന്ന തീ കത്തുന്നു, ചാവുന്നു, കൈ നീട്ടി അലറി താഴെ വീഴുന്ന സ്ത്രീ, മുറിവായിട്ടും അത് പിടിച്ചുകൊണ്ട് എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ ലക്ഷ്യം തെറ്റി ഓടുന്ന സ്ത്രീ, മനസ്സിലാക്കാതെ പോകുന്ന ഒരു വിളക്ക് പിടിച്ചുകൊണ്ടിരിക്കുക. ആകെ ഈ പെയിന്റിങ്ങിൽ വിളക്കിന് ഒരു വെട്ടത്തിന്റെ സോഴ്സ് എന്ന് പറയുന്ന ഈ വിളക്ക് മാത്രമാണ്. ഓക്കെ, ഇങ്ങനെ വരുമ്പോ നമുക്ക് ഈ ചിത്രണത്തിന്റെ റെഫറൻസസ് എങ്ങോട്ട്, ഈ സിംബോളിസം എങ്ങോട്ട് പോകുന്നു എന്ന് നോക്കാം. അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരും ഈ റിപ്പബ്ലിക്കൻ ഗ്രൂപ്പും ഇതിനെ ഭയങ്കരമായിട്ട് എരിഞ്ഞു തള്ളിയ, ക്രിട്ടിക്കലായിട്ട് ക്രിട്ടിസൈസ് ചെയ്ത്, സെയിങ് ദാറ്റ് there's no hope, there's no heroism, you have killed us. ഈ പടയാളി മരിച്ചിരിക്കുന്ന പടയാളി എന്ന് പറയുന്ന തലയർത്തിരിക്കുന്നു, കൈ തുറന്നിരിക്കുന്നു, ഈ മുറിച്ചിരിക്കുന്നു, ഒടിഞ്ഞ വാള്, അതിൻ്റെ അറ്റത്തൊരു ചെറിയ പൂവ്, ആകെ ഒരു സമാധാനത്തിന്റെ ഒരു ഹോപ്പ് എന്നുള്ള ഒരു ചാൻസ് ഒടുങ്ങി ഒരു മറിഞ്ഞിരിക്കുന്ന പൂ മാത്രമാണ്. The whole symbolism is and horse will be representing like pain. മുറിവേറ്റ് അലച്ച് കയറുന്ന രാജ്യം, സാധാരണ ജനങ്ങളുടെ ഒരു ഈ വരകൾ എന്ന് പറഞ്ഞാൽ ന്യൂസ് പ്രിന്റിന്റെ എഫക്ട്. ആ കാലത്ത് ഈ വിവരങ്ങളൊക്കെ കിട്ടുന്ന ന്യൂസ് പ്രിന്റിൽ കൂടാണ്, പേപ്പർ ന്യൂസിലാണ്. ഈ ഒരു ഇവിടെ വരുന്നുള്ളൂ, ബാക്കിയൊന്നും അവിടെ കാണുന്നില്ല. ലക്ഷ്യമില്ല ഓടുന്ന സ്ത്രീക്ക് പെട്ടെന്ന് നേരെ ഓടുന്നത്. There's anything positive in this whole painting is this light, a small light. അപ്പൊ ഇതെന്താണ്? ഇവിടുന്ന് ഒരു കണ്ണ് പോലെയോ ഒരു വെട്ടം പോലെയോ കാണുന്ന സാധനമാണ്. സ്പാനിഷിൽ ഈ ഇലക്ട്രിക്കൽ ലൈറ്റിന് പറയുന്ന ബോംബിനോ എന്നാണ്. ഇറ്റ് സൗണ്ട് സിമിലർ ടു ബോംബ്. സോ ആ ഒരു സിംബോൾസ് എങ്ങൊന്നില്ല എടുത്തു വന്നത് ഈ വാക്കിലുള്ള സമാനതയെ പ്രതികരിച്ചിരിക്കുന്ന ഒരു സാധനമാണ്. ഇല്ല, അത് ദൈവത്തിന്റെ കണ്ണുകളാണെന്ന് മറ്റു ചിലരും വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇത് ഓരോരുത്തരുടെ വ്യാഖ്യാനങ്ങളോ അല്ലെങ്കിൽ കണ്ട ആസ്വാദകരുടെ ചിത്രണത്തിന്റെ അല്ലെങ്കിൽ അവരുടെ പ്രതികരണത്തിന്റെ ഭാഗങ്ങളാണ്. ഓഫ് കോഴ്സ് ഈ ഒരു സ്ത്രീയുടെ കാര്യത്തിൽ കണ്ണുനീർത്തുള്ളി പോലെയുള്ള കണ്ണുകൾ ഒലിക്കുന്ന, കണ്ണീർ ഒലിക്കുന്ന, helpless baby and scream looking upward. ഈ വാല് നോക്കിയ തീ പോലെ, പഴയ പെനി നോക്കുമ്പോൾ അതെല്ലാം നല്ല വാലാണ്. ഇവിടെ ഈ all made smokish looking stuff, burned and smoking. And ആകെ ഇതിനകത്ത് വികാരമില്ലാതെ, ആ ഒരു ഭയാനകമില്ലാതെ ഇരിക്കുന്ന ഒന്ന് ഈ കളയാ. കാള മിനോട്ടോറാണോ? മിനോട്ടോറിന്റെ നിസ്സംഗതയാണോ? ഇത് എന്താണ് നോക്കുന്നത്? നമ്മൾ എന്താ കാണുന്നത്? ഇതിനകത്ത് ശത്രുക്കൾ എന്ന് പറയുന്നത് ഇല്ല. Who is the enemy in this? Where you find the enemy? Typically war of the early times were that അവരുടെ പടയാളിയുണ്ട്, രാജാവിന്റെ പടയാളികളുണ്ട്, ഇങ്ങേക്കൂട്ടിന്റെ പടയാളികളുണ്ട്, അവർ യുദ്ധം ചെയ്യുന്നു. ഗേർണിക്കായാല് ശത്രു ആരാണ്? വെളിയിൽ നിന്ന് ആരോ കുറെ ബോംബിട്ട് നമ്മൾ നശിപ്പിക്കുന്നു. ശത്രു അപ്രത്യക്ഷനാണ്, ഇറ്റ്സ് വിസിബിൾ അല്ല, ഇൻവിസിബിൾ ആണ്. ഈ ഒരു പ്രക്രിയയുടെ ആദ്യത്തെ സംഭവമാണ് ഗേർണിക്ക. തുടർന്ന് ഇത് നാസി ജർമ്മനിയുടെ ആദ്യത്തെ പരീക്ഷണവുമായിരുന്നു. ഹൗ ക്യാൻ വി ഡു ദ ഡിസ്ട്രക്ഷൻ ഇൻ ദ വാർ?
അത് കഴിഞ്ഞാണ് രണ്ടാം ലോകമഹായുദ്ധം വരുന്നത്. രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ ക്യാരക്ടർ തന്നെ, യു ഡോണ്ട് ട്രാക്ക് ദ എനിമി and you get destroyed, you get killed. As a common man, you really get murdered and the panic is shown. So ഇതിനകത്ത് ഇല്ല, സംഹാരം നാടകം ചെയ്യുന്ന ആരുമില്ല. അത് എങ്ങനെയാണ് നമുക്ക് ആ ഫീല്? ആകെ നോക്കുന്നത് എന്തെങ്കിലും ഒരു ഡയറക്ഷൻ നമുക്ക് കിട്ടുന്ന ഈ കാളയുടെയാണ്. എപ്പോഴും നിസ്സംഗനാണ്. നേരത്തെ ഉണ്ടായിരുന്ന മിനറ്റോറിനകത്ത്, മിനറ്റോർ മാജിക്കതും ഫൈറ്റിംഗ് ബുള്ളിലെല്ലാം ആ ഒരു എക്സ്പ്രഷൻലെസ് ഇവിടെയും കാണിക്കുന്നു. ഇത് വ്യക്തമായിട്ട് തുറച്ചു നോക്കുന്ന ഓഡിയൻസിലോട്ടാണ്. ശത്രു എവിടാണ്? ശത്രു നമ്മളിലാണ്, നമ്മുടെ ഇടയിലാണ്. നമ്മൾ ആരോ ആണ് ഇതിനെ നശിപ്പിക്കുന്നത്, ഇങ്ങനെയുള്ള ക്രൂരത കാണിച്ചിരിക്കുന്നത്. വി ക്രിയേറ്റഡ്. ഈ ഗർണിക്ക കഴിഞ്ഞ് വരച്ച വേൾഡ് ടൂറിന് പോയി. ഈ പാരീസിൽ പുള്ളി അവിടുന്ന് പോയില്ല. ജർമ്മൻകാര് പാരീസ് പിടിച്ചടക്കി. അന്ന് ഒരു ജർമ്മൻകാരന് അവന്റെ വീട്ടിൽ വന്ന് ഇതിന്റെ ഒരു മോഡൽ അവിടെ ഇരിക്കുന്ന കണ്ടു, ഒരു ചിത്രം, ഒരു കോപ്പി. അപ്പോൾ അയാൾ ചോദിച്ചു, യു ഡിഡ് ഇറ്റ് എന്ന് ചോദിച്ചാ, ഈസ് ഇറ്റ് പെയിന്റിങ്, യു ഹാവ് ഡൺ ദിസ് പെയിന്റിങ് എന്ന് പിക്കാസോട് ചോദിച്ചു. പിക്കാസോ പറഞ്ഞു, നോ ഐ ഡിഡ്ന്റ്, യു ഡിഡ് എന്നായിരുന്നു പിക്കാസോയുടെ മറുപടി. സോ ഇറ്റ് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് ദ ഫീൽ ഓഫ് ദ പെയിൻ ഓഫ് എ huge, hence it became a symbolism. പ്രവചനം പോലെ തുടർന്ന് 39 ശേഷം 37 വരച്ച ചിത്രത്തിന് ശേഷം രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങുകയും അതിന്റെ ഇതൊരു കൊണ്ടാടപ്പെട്ട ചിത്രമായി മാറുകയും ചെയ്തു. So the only hope is that small light held out from the window, looking where is the peace. And the representative of peace is a wounded bird somewhere in the dark. And what you see in the light is a total destructive, panic-driven, violent frames, and which communicates to all of us deep down. Thank you. Idana Gurnika. ചോദ്യങ്ങൾ 1:15 ക്ഷമിക്കുക, ഞാൻ 12 മണിക്കാണ് തുടങ്ങിയത്, 11:30 പകരം. സമയം കീപ്പ് ചെയ്യാന്നുള്ള പട്ടാളം പഴയ ഡിഫൻസിന്റെ ശീലമായതുകൊണ്ട് ചെറിയ കുറ്റമുണ്ട്. 1 മണിക്ക് മേലെ പോയത്. താമസിച്ച് തുടങ്ങിയാൽ എനിക്ക് സ്വയം ആശ്വസിക്കാം, അല്പം ഒരു 15-20 മിനിറ്റ് കടന്നു പോകുന്നതിന്. ചോദ്യങ്ങൾ ആർക്കുണ്ടെങ്കിൽ ചോദിക്കാം. സർ, പെട്ടെന്ന് ചോദിക്കാമോ? ഒറ്റ ചോദ്യം സാറേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ലോകത്തിലൂടെയാണ് സാറെ കൂട്ടിക്കൊണ്ടുപോയത്. അതിൽ സാർ ഒരു കാര്യം പറഞ്ഞു, സാറിന്റെ ഒരു വല്യപ്പച്ചന്റെ കഥ സാറ് മെൻഷൻ ചെയ്തു. പക്ഷെ ശരിക്കും തോന്നുന്നത് അത്തരം വല്യപ്പച്ചന്മാരെ ഇക്കാലത്ത് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമ്മുടെ ഐ ഹാൻഡ് കോർഡിനേഷൻ, അല്ലെങ്കിൽ സാർ ഒരു മസിൽ മെമ്മറിയെ കുറിച്ച് പറഞ്ഞായിരുന്നു. മസിൽ മെമ്മറി ഒരു സംശയം, അതായത് ഇത് ഒരു ഏർലി ചൈൽഡ്ഹുഡിൽ കിട്ടേണ്ട ഒരു സംഗതിയാണോ? അത് സാർ എനിക്ക് തോന്നുന്നു 20-23 വയസ്സിലാണ് ശരിക്കും ചിത്രരചനയിലേക്കോ അതുപോലുള്ള കാര്യങ്ങളിലേക്കും വന്നതെന്ന് തോന്നുന്നു. സാറിന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലായതാണ്. അതായത് ഞാൻ സ്പീഡ് കൂട്ടുന്നത് ടൈമിന്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് മറ്റുള്ളവർക്ക് അവസരം വേണമല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് സാർ 1-2 വളരെ ഇൻഫർമേഷൻ ആണ്. ഈ ലാബ്രിന്ത് എന്നൊക്കെ പറയുന്ന വാക്ക് പലപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്. ഈ പത്മവ്യൂഹം പോലെ ഒരു സാധനം ചമച്ച് നമ്മുടെ ഇയറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് നമ്മളിത് കേൾക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒറ്റൊരു ചോദ്യം സാർ, ഇത്തരം സ്കില്ലുകൾ വളരെ അത്യാവശ്യമാണല്ലോ. ഈ സൈക്കോ മോട്ടോർ സ്കിൽ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണല്ലോ. 1000 പേജുകളുള്ള ഒരു പുസ്തകത്തിലൂടെ കൺവേ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ചിലപ്പോൾ ഒരു പേജിലെ ഒരു ചിത്രത്തിലൂടെ കൺവേ ചെയ്യുന്നത്. ഇപ്പൊ സാർ ഈ ഗുർണിക്ക എന്ന് പറയുന്ന ഒരു ചിത്രത്തിലൂടെ സാറ് ഒരു പുറകിലേക്കൊരു സഞ്ചാരം നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി ഒരാളുടെ വികാരങ്ങൾ, ഭാവങ്ങൾ, മാനവരാശി അനുഭവിക്കുന്ന നിസ്സഹായ അവസ്ഥ, അവരുടെ ബലഹീനത, അവരുടെ ചൂഷണം, ഇതെല്ലാം നമുക്കൊരു ചിത്രകാരനെ വളരെ പെട്ടെന്ന് എത്തിക്കാൻ പറ്റും. അപ്പൊ ഇത്തരം മീഡിയകൾ നമ്മൾ ലേണിംഗില് അല്ലെ ടീച്ചിങ്ങില് വളരെ കാര്യമായ രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഏത് സ്റ്റേജാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ കുട്ടികളിലേക്ക് കൺവേ ചെയ്യാൻ പറ്റിയ ഒരു ഏജ് ഏതാണ്, ഒരു സ്റ്റേജ് ഏതാണ് എന്ന് സാറൊന്ന് വിശദീകരിച്ചാൽ നല്ലതായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് 6ലും 7ലും ഡ്രോയിങ് അധ്യാപകരുണ്ടായിരുന്നു. അവര് ഒരു ലൈൻ ഇട്ട് ഒരു വശം വരയ്ക്കും,
ഞങ്ങൾ കുട്ടികൾ ആ വശം മറുവശം വരച്ച് ഡ്രോയിങ്ങിനകത്ത് ചിത്രം. സയൻസിന്റെ ബുക്കിനകത്ത് ഞങ്ങൾക്ക് സയൻസിന്റെ ഇതൊക്കെ വരയ്ക്കണം. ഈ അപ്പർ എപ്പിഡെമിസ്, ലോവർ എപ്പിഡെമിസ്, അതിന്റെ ഭാഗങ്ങളൊക്കെ വരച്ച് ഞങ്ങൾ നോട്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യണമായിരുന്നു. ഇതൊക്കെ പഠനത്തിന്റെ ഭാഗമാണെങ്കിൽ നമ്മൾ വരച്ച അതിന്റെ ചിത്രങ്ങളിലൊക്കെ എന്നെ സംബന്ധിച്ച് ഒരു 10 പോയിന്റ് മഗ് അടിച്ചു പഠിക്കുന്നതിനേക്കാളും ഒരു ചിത്രം കണ്ട് എന്നിലെ ഐ എം എ വിഷ്വൽ ഗൈ. അപ്പൊ കാണുമ്പോഴാണ് ഈ കൂടുതൽ വ്യക്തത വരുന്നത്. ഒരു ചിത്രം ഞാൻ വരച്ച് അത് കിട്ടി എനിക്കത് വളരെ വേഗം റീകളക്ട് ചെയ്യും. അത് പഠനത്തിന് നേരെ സഹായിക്കുകയും ചെയ്തിട്ടില്ല. എൻ്റെ മിടുക്ക് ബാക്കിയുള്ളവരെ സ്കോർ ചെയ്യുന്നതിനകത്തും ഒരു കോമ്പറ്റീവ് ലെവലിൽ എനിക്ക് ചിത്ര അടിസ്ഥാനത്തിലായിരുന്നു ഇത് കിട്ടി. അന്ന് തൊട്ടേ ചിത്രങ്ങൾ വരയ്ക്കുമായിരുന്നു. നീ കോപ്പി അടിച്ചാണോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം വരച്ച് പഠിച്ചെങ്കിലേ നമുക്ക് വരയ്ക്കാൻ പറ്റൂ. കോപ്പി അടിച്ച് വരച്ച് തുടങ്ങിയെങ്കിലേ നമ്മൾ അതിന്റെ കൺസ്ട്രക്ഷൻസ് എല്ലാം വേണം. അപ്പൊ ഇത് ആദ്യകാലം തൊട്ടേ ഇങ്ങനെ. ക്രിസ്മസിന് ഞാൻ ഒരിക്കൽ പോലും കാർഡ് വാങ്ങിച്ചയച്ചിട്ടില്ല. എൻ്റെ ഒരു 9ാം ക്ലാസ് 8ാം ക്ലാസ് തൊട്ട് ക്രിസ്മസിന് ഞാൻ പേപ്പർ വാങ്ങിച്ച് കട്ട് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സോ ഇറ്റ്സ് എ മാറ്റർ ഓഫ് ഡെവലപ്പിംഗ് യുവർ സെൽഫ് ആൻഡ് എൻകറേജ് ടു ഡെവലപ്പ്. ചിത്രങ്ങൾ നമ്മളിപ്പോൾ ഒരു പാട്ട് കേൾക്കുന്ന നമ്മൾ എങ്ങനെയാണ് സംഗീതാസ്വാദകരായി മാറിയത്? ആരും ഫോർമലായിട്ട് സംഗീതം പറഞ്ഞു. ചലച്ചിത്രങ്ങൾ കേട്ട് അല്പം സെമി ക്ലാസിക്കൽ സോങ്സ് കേട്ട് ചില പ്രോഗ്രാം കേട്ട് ഇത് എന്നുള്ള പല സംഗീത കർണാട്ടിക്കിന്റെ പല പേരുകളുള്ള ഇന്ന താളമാണെന്നോ അത് താളമാണെന്നോ അല്ലെങ്കിൽ കല്യാണിയാണെന്നോ ഉള്ളതെല്ലാം നമ്മൾ കേട്ട് അക്വയർ ചെയ്താണ്. സ്ലോ അക്വസിഷൻ ആണ്. സെൻസസ് ബീങ് ഡെവലപ്പ്. ഒരു പെൺകുട്ടിയെ ഡാൻസിന് വിടാൻ പോകുന്ന അവളെ ഒരു ടോപ്പ് ഒരു പത്മസുബ്രം ആക്കാനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ടോപ്പ് ഇതാക്കാനോ അല്ല. അവളുടെ സെൻസിബിലിറ്റി, when you see a dance you know it looks beautiful. സെൻസിബിലിറ്റി എൻഹാൻസ് ചെയ്യുന്നതാണ്. ഡ്രോയിങ് എന്ന് പണ്ടുണ്ടായിരുന്ന സിലബസിൽ തന്നെ എടുത്തു കളഞ്ഞു, നമ്മുടെ പഠനത്തിന് തന്നെ എടുത്തു കളഞ്ഞു എന്നുള്ളത് കുട്ടികളുടെ ഡ്രോയിങ്ങിന്റെ വരച്ച് പോകുന്നതിന്റെ ആ സെൻസിബിലിറ്റി എൻഹാൻസ്മെന്റ് ആയിരുന്നു. അത് നഷ്ടപ്പെട്ടു. നമ്മളിപ്പോ ഒരു കോമ്പറ്റിറ്റീവ് ഇത് ചെയ്യുന്ന എന്തിനാ? അതിനുകൊണ്ട് ഇമ്മീഡിയറ്റ് പ്രയോജനമുണ്ടോ? വാട്ട് ഈസ് മൈ ഗെയിൻ നൗ ബൈ ഡൂയിങ് ഇറ്റ് എന്നുള്ള ചിന്ത, മെറ്റീരിയലിസ്റ്റിക് ചിന്ത വരുമ്പോഴാണ് സുകുമാര കലകളിൽ നിന്ന് നമ്മുടെ സെൻസിറ്റീവ് നഷ്ടപ്പെട്ട് പതുക്കെ പോകുന്നത്. ആ ചുമ്മാ എൻ്റെ വല്യപ്പൻ തമാശക്ക് പറയാൻ എടാ നീ ആ ചെടി നടന്നതിന് വേണ്ടി 2 വെണ്ട നട്, 2 വെണ്ടയ്ക്കെങ്കിലും പറിക്കാം. സിമ്പിൾ. ആ ചെടി നടുന്നതിൽ എന്ത് പ്രയോജനം? ആ പൂ വരുന്നതിൽ എന്ത് കഥ? ഈ വലിയ കാട് നിൽക്കുന്നു ഇവിടെ, അതിന് എത്ര കണ്ട് കസേരകളും മേശകളും കട്ടികളും ആ മരമായിട്ട് വെറുതെ വേസ്റ്റായി പോകുന്നു. ഈ വെള്ളം മുഴുവൻ കടലിലേക്ക് ഒഴുകി പോകുന്നു. അതൊരു വലിയ ഡാം ഇടും, നമുക്ക് അത് മെറ്റീരിയലിസ്റ്റിക് ഗെയിൻ ചെയ്യാം. There is an ego balance, there is an understanding, there's all. ഇപ്പം പണ്ട് സുകുമാരി ചേച്ചി ഇപ്പം മരിച്ചുപോയി. ടീച്ചർ ഇതിനെന്ത് നമ്മൾ കളിയാക്കിയിട്ടുണ്ടോ പലരും, എതിർ കക്ഷികള്? കാട് മഴ ഇതാ വെള്ളം പൊങ്ങി പോയി എന്ന് പറഞ്ഞുള്ള വികലമായ ഒരു ലോജിക്ക് ഉപയോഗിച്ച് കണക്ക് ബേസ് സെൻസിബിലിറ്റി ഇല്ലായ്മയുടെ ഒരു ഭാഗമാണ്. അഡ്വക്കേഷൻ കോപത്തിൽ അന്ന് സംസാരിച്ച് ഇതേ സെൻസിറ്റിവിറ്റി ഇല്ലായ്മ അത് നമ്മുടെ പഠനത്തിലേക്ക് നമ്മൾ കയറുന്നത്. പക്ഷെ മലയാള സിനിമ ആസ്വാദനത്തിൽ നല്ല ശതമാനം ആളുകൾ കൂടുതലുണ്ട് മറ്റു സ്റ്റേറ്റിനെക്കാളും. പുള്ളിക്ക് ആ കോപം വരേണ്ട കാര്യമില്ല. ഇറ്റ്സ് എ ലാർജ് ഓഡിയൻസ് ഉണ്ട് നമുക്ക്. പക്ഷെ ചിത്രകലയിൽ വട്ടപൂജയാണ്. കേരളത്തിലെ ചിത്രകലാകാരന്മാരും ഇന്ത്യയിലെ ചിത്രകലാകാരന്മാരും പലതും ഗംഭീര ചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ട്. പലതിനും പ്രതികരിച്ചു വരയ്ക്കുന്നുണ്ട്. വ്യക്തമായിട്ട് ടൈറ്റിൽ ഇട്ട്. ഒറ്റ കുഞ്ഞുങ്ങളും കാണുന്നില്ല. കഴിഞ്ഞ കുറെ പേര് ബുദ്ധികളെ കൊല ചെയ്തു. അതിന് കുറെ ചിത്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. എത്ര പേര് കണ്ടിട്ടുണ്ട്? എറണാകുളം സെന്റർ ചെയ്താണ് പെർഫോമൻസ്, കോഴിക്കോട് സെന്റർ ചെയ്ത് അത് എക്സിബിഷൻ നടത്തും. ആരും എക്സിബിഷൻ ഹാളിൽ പോയില്ല. കാര്യം നമുക്ക് അടിസ്ഥാനമായിട്ട് അതിൻ്റെ ഒരു ലിറ്ററസി ലെവലില്ല, വിദ്യാഭ്യാസമില്ല. വി ആർ ഇല്ലിറ്ററേറ്റ്. We don't have the sensibility to understand it. Unfortunately, ഇതാണ് പാവം. Unless we learn and develop and give a conscious effort, നമ്മുടെ ചിത്രകലയുടെ ലെവൽ ഇവിടെ തന്നെ നിൽക്കത്തേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ വല്ല ബോസിനെ പോലുള്ള കൃഷ്ണമാചാരി ബോസിനെ പോലെ
തൃശ്ശൂർ നിന്ന് രക്ഷപ്പെട്ട് എറണാകുളം വന്നു. എറണാകുളത്ത് കറങ്ങി തിരിഞ്ഞ് ബോംബെയിലെത്തി. ബോംബെയിൽ JJ സ്കൂൾ ഓഫ് ആർട്സിൽ നിന്ന് യൂറോപ്പിലെത്തി. യൂറോപ്പിൽ നിന്ന് അമേരിക്ക മുഴുവൻ കറങ്ങി സ്വന്തം പരിസ്ഥിതി ലോകത്തിന്റെ ചിത്രകല ആസ്വാദനം ലേറ്റ് തന്നിട്ട് സ്നേഹം കൊണ്ട് ഇവിടെ വന്ന് കയറി. ഒരു കൊച്ചിയില് മുസാരിസ് ഏറിയാൽ അത് നമ്മുടെ ബിനാലെ സൃഷ്ടിച്ചു. അതിൻ്റെ കൂടെ കുറെ തെറിയും കേട്ടു. പുള്ളി പൈസ ഒതുക്കുന്നത്. അയക്ക് പൈസയുടെ ആവശ്യമില്ല. അവിടെ ഒരു വർക്കിന് 1 കോടി 2 കോടിക്കോ പോകുന്ന മനുഷ്യനാണ്. ഹി ഹാസ് റീച്ച് ദാറ്റ് ലെവൽ ഓഫ് ഇന്റർനാഷണൽ ഫെയിം. എന്നിട്ട് ഇവിടെ ആരോപണങ്ങളുടെ ബഹളമാണ് കൂടെ നിന്നവർ. സോ ദാറ്റ് ഇസ് ഷിയർ എന്താ പറയുന്ന ഒരു ലീവ് അലോൺ സീറോ സെൻസിബിലിറ്റി. കുശുമ്പിന്റെ അസൂയയുടെ ഒരു നെഗറ്റിവിറ്റിയുടെ ഭാഗമായിട്ട് അവിടെ വരുന്ന. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തും ഇതോടെ കുറെ പറഞ്ഞില്ല, തുടക്കത്തിൽ പറഞ്ഞു, നമുക്ക് ഈ ചിത്രകലയിൽ ഇരിക്കുന്ന പലർക്കും ചിത്രകലയെ കുറിച്ച് വലിയ വിവരമില്ലെന്നുള്ള. എന്താ പറയുന്നത്, മുറിമൂക്കാൻ മൂക്കില്ല രാജ്യത്ത് എന്നെ പോലെ ചില മുറിമൂക്കന്മാർ അംഗീകരിച്ച് സംസാരിക്കുമെന്നല്ലാതെ എനിക്കും മൂക്കില്ല എന്നുള്ള സത്യം. ഹോപ്പ്ഫുള്ളി ഹലോ സർ, ഐ എം ലുക്കിംഗ് ഫോർവേഡ്. നിങ്ങളെല്ലാവരും ഒരു താല്പര്യം എടുത്ത് ഇങ്ങനെയുള്ള സംസാരങ്ങൾ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ, വളരെ അപൂർവമായ ചിത്രകലയെ കുറിച്ചോ ഉണ്ടെങ്കിൽ ഒന്ന് ഇൻവോൾവ് ചെയ്ത് പോകാമെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയൊരു മായിക ലോകം തുറന്നു കിട്ടും. എൻ്റെ ഒരു താങ്ക് യു. അതെ സർ, ഞാൻ അജിത. അജിത പറയൂ. സർ, ഞാൻ സംസ്കൃതം പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ്. അപ്പൊ സാറിന്റെ ടോക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. പുതിയ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. അതോടൊപ്പം സാറിനോട് പറയുന്ന ഒരു കാര്യം, ഒരു സാഹിത്യ അധ്യാപകൻ ഇതേ വിഷയങ്ങൾ തന്നെ ക്ലാസ് റൂമിൽ ഫേസ് ചെയ്യുന്നുണ്ട്. കാരണം ഒരു കാവ്യം വായിച്ച് അർത്ഥം പറയുക എന്നുള്ളതിനപ്പുറം കാവ്യത്തെ ആസ്വദിപ്പിക്കാൻ എങ്ങനെ സാധിക്കും എന്നുള്ളത് പലപ്പോഴും അന്തം വിട്ട് ടീച്ചേഴ്സ് ഒരു ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. കാരണം കുട്ടികൾക്ക് അർത്ഥം മനസ്സിലാവും, അതിനപ്പുറത്ത് ആസ്വദിക്കാൻ കുട്ടികളെ മനസ്സിലാക്കിക്കുന്ന വലിയൊരു വിഷയം സാഹിത്യ അധ്യാപകർക്കുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരു കാര്യം, അതായത് രാജാ രവിവർമ്മയുടെ സരസ്വതി ദേവിയെ കണ്ടപ്പോൾ അപ്പുറത്തെ സരസ്വതി ടീച്ചറെ ഓർമ്മ വന്നു എന്ന് പറയുന്നത് വളരെ ചിരിയോടെയാണ് കണ്ടത്. പക്ഷെ ഇതേ അവസ്ഥ പലപ്പോഴും അധ്യാപകർക്ക് ഉണ്ടാവാറുണ്ട്. കാരണം അഭിജ്ഞാന ശാകുന്തളത്തില് ശകുന്തളയുടെ നിപ്പ് രാജാ രവിവർമ്മ അവിസ്മരണീയമാക്കിയിട്ടുണ്ട്. ഇന്ന് ആർക്കും അറിയാം അങ്ങനെ ശകുന്തള നിന്ന നിൽപ്പ് എന്താണെന്ന്. പക്ഷേ ശാകുന്തളത്തിന്റെ അർത്ഥം മനസ്സിലാക്കിക്കാൻ രാജാ രവിവർമ്മയ്ക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു പ്രധാനമായ ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നിയ ഒരു സജഷൻ എന്ന് പറയുന്നത്, നമ്മൾ ആസ്വാദനം എന്ന ഒരു കല വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുമ്പോൾ ഈ കലയുടെ, അതായത് വരയുടെ ആസ്വാദനം കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും തോന്നുന്നു. കാരണം സാഹിത്യ പഠനത്തിന്റെ ഭാഗമായിട്ട് തന്നെ ചിത്രകലയുടെ ആസ്വാദനം കൂടി ഉൾപ്പെടുത്തിയാൽ അത് പരസ്പരം കോംപ്ലിമെന്ററി ആയിട്ട് പോകാവുന്ന ഒരു കാര്യമായിട്ട് തോന്നുകയാണ്. വളരെ രസകരമായിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു സാർ, വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. നന്ദി. താങ്ക് യു. ആൻഡ് ഇറ്റ്സ് എ സ്പോട്ട് ഓൺ, പറഞ്ഞ കറക്റ്റ് ആണ്. ഒരു ഞാൻ ആദ്യമായിട്ട് കവിതയുടെ രണ്ടും ആസ്വദിക്കാനുള്ള ആ ഒരു സെൻസിബിലിറ്റി ഡെവലപ്പ് ചെയ്ത് പണ്ടും ചെറുപ്പത്തിലെ ക്യാൻസറായി മരിച്ചുപോയ തോമസ് കൊളക്കട എന്ന് പറഞ്ഞ ഞങ്ങളുടെ അധ്യാപകനാണ്, കോഴഞ്ചേരി കോളേജിലെ മലയാളം അധ്യാപകനാണ്. തോമസ് കൊളക്കട ക്ലാസ് ആരും കട്ട് ചെയ്യാറില്ല. ഞാനും മലയാളമാണ് സെക്കൻഡ് ലാംഗ്വേജ് പ്രീ ഡിഗ്രിക്ക് എടുത്തത്. BSc ഞാൻ ഒരു കൊല്ലം കയറി, പിന്നീടാണ് എഞ്ചിനീയറിംഗ് പോയത്. തോമസ് കൊളക്കടയുടെ ഒരു തുള്ളി വെളിച്ചം, തോമസ് കൊളക്കട ആയിരുന്നു ഓയനക്കുറുപ്പിന്റെ ഒരു തുള്ളി വെളിച്ചം എന്നാണ് കവിതയിലെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഞങ്ങളെ. ആദ്യത്തെ കവിത സ്വർണ്ണ മത്സ്യം. പുള്ളി അത് വായിച്ച് താഴെ വരെ പോയിട്ട് ഒരു കവിത ഒരു പ്രാവശ്യം വായിച്ചു. അതിനകത്ത് അർത്ഥം മനസ്സിലാകുന്ന വാക്കുകളുടെ എല്ലാ അർത്ഥവും ഒന്ന് പറഞ്ഞു തന്നു. പിന്നെ ഒരു പ്രാവശ്യം കൂടെ കവിത വായിച്ചു. പിന്നെ തോമസ് കൊളക്കട ഒരു കാട് കയറിയൊരു പോക്കായിരുന്നു. സിനിമാ ഗാനങ്ങളെ കുറിച്ച്, മറ്റെന്തെങ്കിലും കുറിച്ച്, ഇതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ സ്വർണ്ണ മത്സ്യത്തിലെ വിഷയങ്ങളോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ട് പിന്നെ ഒരു കവിത വായിച്ചു. അപ്പോഴാണ് അതിന്റെ കംപ്ലീറ്റ് ബ്യൂട്ടി മനസ്സിലാക്കുക. കാര്യം പുള്ളി അപ്പൊ ആരോ ഒരു വികൃതി കുട്ടി ഞങ്ങളുടെ ക്ലാസ് കഴിഞ്ഞ്, സാർ എന്തിന് കാട് കയറി സംസാരിക്കും, കവിത പറഞ്ഞു പഠിച്ചിട്ട് പോയേ. അപ്പോൾ മറുപടി തോമസ് കൊളക്കടയുടെ മറുപടി വളരെ രസകരമായിട്ട് പറഞ്ഞു, നിന്റെ മുന്നിൽ ഒരു സുന്ദരി പെണ്ണ്,
എന്നിട്ട് ഞാൻ എൻ്റെ മൂക്ക് മുറിച്ചിട്ട് പറഞ്ഞു, നോക്കൂ മൂക്കിന്റെ ആകൃതി, അതിന്റെ കാത് മുറിച്ച് കാതിന്റെ മനോഹാരിയത്തിന്റെ ഒഴുക്ക് നോക്കൂ, അങ്ങപ്രക്രിയ മുറിച്ച് നിന്നെ വ്യാഖ്യാനിച്ച നിനക്ക് ആ ഒരു സൗന്ദര്യം ആസ്വദിക്കാനാവുമോ? തീർച്ചയായിട്ടുമില്ല. ആയതിനാൽ അതിന്റെ ആസ്വാദനത്തിന്റെ നിലവാരത്തിലേക്ക് ഞാൻ ഈ കഥകളൊക്കെ പറയും. എന്നിട്ട് ഇന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് നീ ഒന്ന് വായിച്ച് ഓപ്പറേറ്റ് ചെയ്യാതെ കവിത വായിക്കുക. സോ അന്നാണ് ആദ്യമായിട്ട് പറഞ്ഞത്, നമുക്ക് ഇതേ അർത്ഥമാണ്. നീ ആദ്യം നിന്റെ ബേസിക് നിലവാരങ്ങൾ, ആസ്വാദന നിലവാരം വളർത്തിയെടുക്കുക. അപ്പോൾ ഒരു 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 നല്ലൊരു കവിതയായിട്ട് അത് 4 വാക്ക് കൂടുമ്പോൾ അത് നക്ഷത്രമാവുമെന്ന് പണ്ട് ഞാൻ ഓർക്കുന്നു. സാഹിത്യപരഫലം കൃഷ്ണനായരുടെ സാഹിത്യപരത്തിൽ വായിക്കുന്നു. അന്ന് ഞാൻ അർത്ഥം മനസ്സിലായിട്ടില്ല. എങ്ങനെ ഈ 4 വാക്ക് കൂടുമ്പോൾ നക്ഷത്രമാവുന്നു, അതാകുന്നു കലയെന്ന് പുള്ളി എഴുതിയപ്പോൾ. ഇതെല്ലാം ഈ ഒരു ആസ്വാദനം നമ്മളെ വളർത്തി. അന്ന് ആദ്യമായിട്ട് പ്രീ ഡിഗ്രി എനിക്ക് 10-13 വയസ്സ് കവിത എന്നുള്ള വായിക്കാൻ തുടങ്ങിയത് തോമസ് കൊളക്കടയുടെ ക്ലാസ് മൂലമാണ്. എന്നിട്ട് അതിനകത്ത് തന്നെ ഇത് ഐറണി അതല്ല, ലാസ്റ്റ് 4 വരി ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. എന്തിനീ തീറ്റ സാധനം ഇങ്ങനെ കണ്ണാടി കൂട്ടി വെച്ചിരിക്കുന്ന ഒരു കരിമ്പൂച്ച ചുറ്റി നടപ്പുണ്ടെന്ന് അതിൻ്റെ ചുറ്റും. അത് മെറ്റീരിയലിസം ആൻഡ് പേയ്മെന്റ് ലൈഫ് ഈസ് ഓൾവേസ് എ കൗണ്ടർ പാർട്ട് ഓഫ് അപ്പോളജറ്റിക്. ഞാൻ സൈനിൽ നിന്ന് വരുന്ന സ്വർണ്ണ മത്സരത്തെ എടുത്ത് എൻ്റെ കണ്ണാടി കൂട്ടി വെച്ച് എനിക്ക് കുറ്റബോധം പറയുന്ന കവിയുടെ കൗണ്ടർ പാർട്ടായിട്ട് ഇവിടെ നിൽപ്പുണ്ട്. രണ്ടും ആ സ്വാർത്ഥരുടെ ഭാവമാണ്. ഒന്ന് മെറ്റീരിയലിസ്റ്റിക്, അത് നിങ്ങൾ സത്യാവരോടൊന്നും പറഞ്ഞിട്ട് കാര്യം നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. സോ ഇറ്റ് ഈസ് വാലിഡ്. ഈ ചിത്രങ്ങൾ നിങ്ങൾ പറഞ്ഞ പോലെ കറക്റ്റ്, സ്പോട്ട് ഓൺ. ചിത്രങ്ങളും നിങ്ങളുടെ ആസ്വാദന നിലവാരത്തിൽ ഉൾപ്പെടാമെങ്കിൽ, ഇപ്പോഴത്തെ യൂട്യൂബിലൊക്കെ പാമെങ്കിൽ നന്നായിട്ട് പലതും വ്യാഖ്യാനിച്ച് ബ്യൂട്ടിഫുൾ സാധനങ്ങളുണ്ട്. 10 മിനിറ്റ് 15 മിനിറ്റ് 20 മിനിറ്റുള്ള ഈ ചിത്രങ്ങളെ ഇന്റർനാഷണൽ, കേരളത്തിലെയും ഇന്ത്യയിലെയും ചിത്രങ്ങൾ അങ്ങനെ ആസ്വദിക്കാനില്ല. പക്ഷെ ഇന്റർനാഷണൽ യൂറോപ്യൻ റെനൈസാൻസ്, ഈജിപ്ഷ്യൻ തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാവിധ ഇസങ്ങളുടെയും, വെദർ ഇസ് ഗോയിങ് ബി ദാദായിസം, സർറിയലിസം, അല്ലെങ്കിൽ ഇംപ്രഷനിസം, എക്സ്പ്രഷനിസം, ക്യൂബിസം, എന്തിസം, നമ്മൾ അതിനെ എല്ലാം കൂടെ ഒറ്റ ഒരു പുച്ഛ വാക്കുകൊണ്ട് മോഡേൺ ആർട്ട് എന്ന് പറഞ്ഞ് തള്ളിക്കളയുക. അത് പണ്ട് തെക്കന്മാരെല്ലാം മദ്രാസിന്ന് വിളിക്കുന്നതിന് സമമാണ്. ഒരു പിടിയും ഇല്ലാതെ നമ്മുടെ ഒരു അജ്ഞത ഇതിനകത്ത് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരു ശ്രമം കൊടുത്ത് നമ്മൾ പഠിപ്പിക്കുന്ന ഏറിയ മലയാളം ടീച്ചേഴ്സ് അതിൻ്റെ മുമ്പ് പറഞ്ഞ പോലെ ഒന്ന് ലിങ്ക് ചെയ്ത് ചിത്രങ്ങളോട് കൊടുക്കാമെങ്കിൽ എക്സലന്റ്, ബ്യൂട്ടിഫുൾ ഇറ്റ്. നല്ല സെഷൻ. താങ്ക് യു. സമയം വളരെ ആർക്കെങ്കിലും അതെ എന്തെങ്കിലും സംശയം ഉണ്ടോ ടീച്ചർ? ആർക്കെങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെയെങ്കിൽ വരയുടെ വൈവിധ്യത്തെ ചിത്രങ്ങൾക്ക് ഇത്രമേൽ ആശയ സംവേദന ക്ഷമതയുണ്ടെന്ന് ഒരു വലിയ ആശയം നമുക്ക് പറഞ്ഞു തന്ന അല്ലെങ്കിൽ അനുഭവിച്ചു തന്ന ആദരണീയനായ കോശി സാറിന് നന്ദി അറിയിക്കുന്നതിനായി തൃപ്പൂണിത്തുറ ഗവൺമെന്റ് കോളേജ് ഹിസ്റ്ററി വിഭാഗം അധ്യാപിക മഞ്ജുഷ ടീച്ചറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം രസകരവും വിജ്ഞാനപ്രദവുമായ ഒരു അക്കാദമിക് സെഷനിലൂടെയാണ് ഈ കഴിഞ്ഞ ഒരു 1.5 മണിക്കൂറായിട്ട് നമ്മൾ കടന്നുപോയത്. നമ്മുടെ FDP പ്രോഗ്രാമിന്റെ തന്നെ വിഷയമായിട്ടുള്ള ആർട്ട് ആൻഡ് മീഡിയ ഇൻ ടീച്ചിങ് ആൻഡ് ലേണിംഗ് എന്ന ടൈറ്റിൽ തികച്ചും അന്വർത്ഥമാക്കുന്ന ഒരു വിഷയാവതരണമാണ് സാർ ഇവിടെ നടത്തിയത്. പ്രോഗ്രാം ഷെഡ്യൂൾ ആദ്യമായി കണ്ടപ്പോൾ തന്നെ ഞാൻ ഏറ്റവും ആദ്യം ശ്രദ്ധിച്ച ഒരു ടോപ്പിക് ഇത് തന്നെയായിരുന്നു, ലൈൻസ് ആൻഡ് കർവ്സ്. മറ്റൊന്നും കൊണ്ടല്ല, ഇത് ഏത് വിഷയം സംബന്ധിച്ചായിരിക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു. അപ്പൊ ഏതെങ്കിലും ഒരു പഠന വിഷയത്തെ കേന്ദ്രീകരിച്ചായിരിക്കും എന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. പക്ഷേ സാറിന്റെ വിഷയാവതരണം തുടങ്ങിയപ്പോൾ എൻ്റെ ആ ധാരണ പാടെ മാറിപ്പോയി. കാരണം ഏതൊരു പഠന വിഷയത്തിലും ഏതൊരു പഠന മേഖലയ്ക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു വിഷയമാണ് ഇത്. വരകളും വളവുകളും എന്നുള്ളത് എല്ലാ വിഷയത്തിലും സാമാന്യമായി ഉപയോഗിക്കാവുന്ന ഒരു പദപ്രയോഗമാണ് എന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. ചിത്രകലയിൽ നിന്ന് ആരംഭിച്ച് ഗണിതശാസ്ത്രത്തിലൂടെയും പ്രായോഗിക ജീവിതത്തിലൂടെയും അധ്യാപന കലയിലൂടെയും ചരിത്രത്തിലൂടെയും കടന്നുപോയ പ്രഭാഷണം സാർ ഒരു ബഹുമുഖ പ്രതിഭയാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ്. അതോടൊപ്പം ദീർഘനേരം ക്ലാസ് മുറിയുടെ വിരസതയില്ലാതെ കുട്ടികളെ എങ്ങനെ അതീവ രസകരമായിട്ട് പഠിപ്പിക്കാം എന്നുകൂടി സാറ് ഈ അവതരണത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നു. അപ്പോൾ ഇങ്ങനെയൊരു
ബഹുമുഖ പ്രതിഭയെ തന്നെ ഒരു സെഷൻ കൈകാര്യം ചെയ്യുന്നതിനായി തിരഞ്ഞെടുത്ത സംഘാടക സമിതിക്ക് ഞാൻ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ രസകരമായ വളരെയധികം വിജ്ഞാനപ്രദമായ ഒരു സെഷൻ ഇവിടെ അവതരിപ്പിച്ച തരിയൻ സാറിനും അതിനായി അവസരമൊരുക്കിയ MHRDക്കും സംഘാടകരായ ബിഷപ്പ് മൂർ കോളേജിനും സെന്റ് ജോൺ കോളേജിനും അതോടൊപ്പം തന്നെ ഈ ഓൺലൈൻ FDPയിൽ സന്നിഹിതരായ എല്ലാ അധ്യാപക സുഹൃത്തുക്കൾക്കും ഞാൻ പ്രത്യേകം ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു. നമസ്കാരം. വളരെ നന്ദി. എനിക്കൊരു ക്ഷമാപണമുണ്ട്. എൻ്റെ മലയാളത്തിൽ ഒത്തിരി തെറ്റുകൾ വന്നിട്ടുണ്ടാവും, നാക്ക് ഒഴിഞ്ഞിട്ടുണ്ടാവും. ഇല്ല, സാറിന്റെ മലയാളം കേൾക്കാൻ നല്ല കൗതുകമുണ്ട് സാർ. അത് ക്ഷമിക്കുക. കാരണം പ്രസംഗിച്ച് പരിചയമില്ല. കൂടുതലും പ്രസംഗിക്കുമ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജും കഴിഞ്ഞ 10-40 വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇത്രയെങ്കിലും മലയാളം നിന്ന വായന കൊണ്ടാണ് ഇപ്പോഴും ഒരു മലയാള പത്രം വീട്ടിൽ വരുത്തുന്നതും ആ ഒരു മാതൃഭാഷ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. കുറച്ചു നാൾ ആയിട്ട് പ്രവാസി ആയിട്ടും സാറ് മണിപ്രവാളത്തെയൊക്കെ മറന്നില്ല എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് വലിയ സന്തോഷമുള്ള കാര്യമാണ് സാർ. താങ്ക് യു. നന്ദി. വിനയത്തോടെ ടീച്ചർ അവസാനിപ്പിച്ചാലോ ഈ സെഷൻ? നാളത്തേക്കുള്ള ആൾക്കാര് ഓക്കെ ആണോ അർച്ചന ടീച്ചർ? ഓക്കെ, രണ്ടാമത്തെ സെഷൻ ഉള്ളത് ഓക്കെ ആണ്. ഇനി ആദ്യത്തേന് ആരെങ്കിലും ഇങ്ങോട്ട് അറിയിക്കാമെങ്കിൽ വലിയ കാര്യം, ഇല്ലെങ്കിൽ പിന്നെ ഫോണിൽ വിളിച്ച് എടുക്കേണ്ടതുണ്ട്. നാളത്തെ ഫസ്റ്റ് സെഷൻ, അതായത് രണ്ടാമത്തേന് രണ്ടുപേരും ഓക്കെയാണ്. ഡോക്ടർ NK ഗിരീഷ് സാറിന് സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് ആരും വന്നിട്ടില്ല. നന്ദിക്കും ആളിനെ കിട്ടിയിട്ടില്ല. ആരെങ്കിലും ഒന്ന് സഹകരിക്കാമോ? അജിത ടീച്ചറിന് സ്വാഗതം പറയാമോ? അജിത ടീച്ചർ ഇപ്പൊ സംസാരിച്ചത് അജിത ടീച്ചർ അല്ലേ? NK ഗിരീഷ് സാറിന് സ്വാഗതം ആശംസിക്കാനായിട്ട് സാറിനെ നേരിട്ട് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മുന്നോട്ട് വരിക. ഇല്ലെങ്കിൽ തന്നെ സാറിനെ പരിചയം ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്കൊരു സ്വാഗതം പറഞ്ഞേ പറ്റുള്ളൂ. അതുപോലെ ഒരു നന്ദിയും. NK ഗിരീഷ് സാർ മനോരമയിൽ വർക്ക് ചെയ്യുന്ന ഒരു സാറാണ്. മനോരമ ന്യൂസിലെ മീഡിയയുമായി ബന്ധപ്പെട്ട ആൾക്കാര്, മീഡിയ സ്റ്റഡീസ്, മലയാള സർവകലാശാലയിൽ നിന്നൊക്കെ ഉള്ള ടീച്ചേഴ്സ് ഉണ്ടാവുമല്ലോ, അധ്യാപകരുണ്ടാവുമല്ലോ. നമ്മുടെ രാജീവ് സാർ ഉണ്ടല്ലോ. രാജീവ് സാർ, രാജീവ് സാർ ലൈനിലുണ്ടോന്ന് അറിയില്ല ടീച്ചർ. 110 ആളുകൾ കഴിക്കാൻ പോയി കാണും. ഇപ്പൊ ഒരു കാര്യം ചെയ്യാം ടീച്ചർ, ഞാൻ തൽക്കാലം രാജീവ് സാറിനെ എഴുതിയിട്ടിട്ട് സാറിനെ ഒന്ന് വിളിക്കാം. നന്ദിക്കും കൂടി ആരെങ്കിലും ഒരാളൊന്ന് വരുമോ? ഹലോ ഹലോ പറയുന്നത് രാജീവ് സാർ ഉണ്ട്. രാജീവ് സാർ ഇപ്പൊ കേൾക്കാമോ? എനിക്ക് കേൾക്കുന്നുണ്ട്, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? സാറ് പറഞ്ഞ നേരത്തെ സൗണ്ടിലാണ്. സാറിന് നാളെ ഇന്ന് നന്ദി പറയാൻ പറ്റുമോ? NK ഗിരീഷ് സാറിന് സ്വാഗതം പറയാമോ? ടീച്ചറെ, ഞാൻ TK സന്തോഷ് കുമാറിനെ പറയാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്നാ ശരി, ഓക്കെ സാറേ. അപ്പൊ കുഴപ്പമില്ല സാർ. അപ്പം സന്തോഷ് കുമാർ സാറ് സ്വാഗതം അല്ലേ? സ്വാഗതം പറയാം. അപ്പൊ നാളത്തേക്ക് സാറിന് ആരെങ്കിലും ഒന്ന് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ടീച്ചറെ, പന്തളത്തിന് ജയലക്ഷ്മി ടീച്ചറൊക്കെ ഉണ്ട്. ടീച്ചറിന്റെ പേരിട്ടോ, ജയലക്ഷ്മി ടീച്ചർ നമ്മുടെ സംസ്കൃതത്തിലെ. അത് അറിഞ്ഞില്ല, ഞാൻ ഇട്ടോളാം സാർ. അത് ഞാൻ അറിഞ്ഞില്ല. ജയലക്ഷ്മി ടീച്ചർ, ഓക്കെ. ജയലക്ഷ്മി ടീച്ചർ സ്വാഗതം. നന്ദിക്കും കൂടെ ആരെങ്കിലും വേണമല്ലോ സാറ്? നമ്മളെ മലയാളത്തിലെ സുരേഷ് മാധവ് സാറുണ്ട്, വിനീത ടീച്ചറുണ്ട്. സുരേഷ് സാർ നന്ദി ഇട്ടോട്ടെ. പിന്നെന്താ, സുരേഷ് സാറ് നന്ദിയല്ല സ്വാഗതമല്ല, അല്ല ഒരു സെഷൻ വേണം കൈകാര്യം ചെയ്യും. തൽക്കാലം നന്ദി കൊടു. ശരി, സുരേഷ് സാറെ ഞാൻ എഴുതുവാണ് നാളത്തെ ഫസ്റ്റ് സെഷന്. നന്ദി. അർച്ചന ടീച്ചർ ജയലക്ഷ്മി ടീച്ചറിനെ വിളിച്ചൊന്ന് ഇൻഫോം ചെയ്യണേ. വിളിച്ചോളാം. രണ്ടുപേരെയും വിളിച്ചോളാം ടീച്ചർ. അർച്ചന ഞാൻ ഉണ്ട്, ഞാൻ കേട്ടു സജനീഷ് സാർ എനിക്ക് വെച്ച പാര.
ഇങ്ങനെയൊക്കെയല്ലേ സഹായിക്കാൻ പറ്റൂ ടീച്ചർ. അതെ സാറ് ഭയങ്കര സഹായമായിരുന്നു ഞാൻ കണ്ടു. എനിക്ക് സുരേഷ് സാറിനെ സഹായിച്ചത് കണ്ടു. ഏത് സെഷൻ ആയിരുന്നു? നാളത്തെ ആദ്യത്തെ സെഷൻ ഏതായിരുന്നു? ഫസ്റ്റ് സെഷൻ അല്ലേ? ഫസ്റ്റ് സെഷൻ ഗിരീഷ് സാറിന്റെ സ്വാഗതം. നന്ദി പറഞ്ഞാ മതിയോ? നന്ദി പറഞ്ഞാ മതിയോ? സ്വാഗതം പറയണോ? അങ്ങനെ അത് സുരേഷ് സാർ സ്വാഗതം പറയാമെങ്കിൽ ടീച്ചർ നമുക്ക് ഏതായാലും കുഴപ്പമില്ല. ഞാൻ സ്വാഗതം പറയാം. എനിക്ക് സ്വാഗതം പറഞ്ഞോളാം. ഞാൻ സ്വാഗതം പറയാം. സാറ് നന്ദി പറഞ്ഞോട്ടെ. അങ്ങനെ രണ്ടാമത്തെ സെഷൻ ഉള്ളത് സ്വാഗതം ഡോക്ടർ ബിന്ദു ജോൺ, ക്രിസ്ത്യൻ കോളേജ്. ടീച്ചർ ഉണ്ടല്ലോ ഇതിനകത്തില്? എല്ലാരും ഉണ്ണാൻ പോയി കാണും. ഓക്കെ ടീച്ചർ. അപ്പൊ നന്ദി ഡോക്ടർ പ്രതിഭ കെ, ക്രിസ്ത്യൻ കോളേജ് കാട്ടാക്കട. ടീച്ചറെ നാളത്തേക്കൊന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. നാളെ രണ്ടാമത്തെ സെഷൻ അല്ല? രണ്ടാമത്തെ സെഷൻ, അതെ. അപ്പൊ നാളത്തേക്കുള്ള എല്ലാരും ഓക്കെ ആയിട്ടുണ്ട്. എന്നാ പോയി കഴിക്കാം. എന്താ കേൾക്കാൻ പറ്റുന്നില്ല സാറേ, ക്ലിയർ അല്ല. സുരേഷ് സാറിനെ വിളിക്കാം. സാർ ഇതെല്ലാം കേട്ട് പുഞ്ചിരിച്ചുകൊണ്ടിരിപ്പുണ്ട്. എന്താ സാർ ഇവിടുത്തെ നെറ്റ് പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. എനിക്കൊന്നും ക്ലിയർ അല്ല. ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഹലോ ടീച്ചറെ, കേക്കാം ടീച്ചറെ, കേക്കാം. ഹരീഷ് സാർ നാളെയാണോ അതോ അത് ലാസ്റ്റ് ദിവസമല്ലേ ഹരീഷ് സാറിന്റെ സെഷൻ ഉള്ളത്? ഹരിശ്ചന്ദ്രൻ സാറിന് നാളെയല്ല. അതാ ഞാൻ ചോദിച്ചത്. ശരിയാ ടീച്ചറെ, ഞാനത് കിട്ടിയ ആൾക്കാരുടെ ഓർഡറിൽ എഴുതി വെച്ചോണ്ട് അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. നാളെ ഉച്ച കഴിഞ്ഞ് ശ്രീകുമാർ മുഖത്തല സാറാണ്. രണ്ടാമത്തെ സെഷൻ. വിക്ടോറിയ കോളേജിലെ ബിന്ദു ടീച്ചറാണ്. പാലക്കാട് വിക്ടോറിയ കോളേജിലെ അത് ഏറ്റിരിക്കുന്നത് പാലക്കാട് വിക്ടോറിയ കോളേജിലെ ബിന്ദു ടീച്ചറാണ്. ഇത് മുഖത്തല സാറാണോ ടീച്ചറെ? അതെ, പാലക്കാട് വിക്ടോറിയ കോളേജിൽ ചെയ്തിട്ടുണ്ടല്ലോ. അത് ഞാൻ എഴുതിയിട്ടുള്ളത്. നന്ദി അയ്യപ്പദാസ് MG കോളേജിലെ അയ്യപ്പദാസ് സാറും ഏറ്റിട്ടുണ്ട്. ഓക്കെ ടീച്ചർ. ഓക്കെ. അർച്ചന ടീച്ചർ നാളെ ഒന്നും കൂടി ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞോളാം ടീച്ചറെ. ഞാൻ കൺഫേം ചെയ്തിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞോളാം. വേറെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല. സുരേഷ് സാറിന് എന്തോ പറയണമെന്നുണ്ട്. മൊബൈലാണ് ഉപയോഗിക്കുന്നത്, ലാപ്ടോപ്പ് അല്ല. അതുകൊണ്ട് എന്തെങ്കിലും ഇല്ല, കുഴപ്പമില്ല സാറേ. സാർ പറഞ്ഞോളൂ, കേൾക്കാം. ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് അല്ല, മൊബൈലാണ്. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും തടസ്സം ഉണ്ടാവുന്നുള്ളതാണ് ഒരു ചെറിയ പ്രശ്നം. ഇല്ല, ഒരു തടസ്സം ഉണ്ടായില്ല സാറേ, കുഴപ്പമില്ല. നമുക്ക് നോക്കാം. ഓക്കെ, ശരി.